പ്രൈസ് ദി ലോർഡ്. രക്ഷയുടെ ഭദ്രതയെ കുറിക്കുന്ന ഒരു DVD നിങ്ങൾക്ക് വേണ്ടി തരുവാൻ ബഥേൽ സഭയ്ക്ക് കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബഥേൽ സഭയിലെ ആരാധനയിൽ എടുത്ത ഒരു സന്ദേശത്തിൻ്റെ ഭാഗങ്ങൾ ഈ CD-യിൽ ഉൾപ്പെടുന്നു. രക്ഷയുടെ ഭദ്രതയെക്കുറിച്ച് ഇത് സംസാരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ലോകത്തിൻ്റെ രക്ഷിതാവെന്നും ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി വിലമുടക്കുവാൻ പാവന രക്തം ക്രിസ്തുവിന് മാത്രമേ ഉണ്ടായിരുന്നുവെന്നും തൻ്റെ ജനനം മുതൽ മരണം വരെയും ഉയർത്തെഴുന്നേൽപ്പ് മുതൽ മടങ്ങിവരവ് വരെയും തനിക്ക് തുല്യനായി മറ്റാരുമില്ല എന്നും വിശ്വസിക്കുന്ന ക്രൈസ്തവ മണ്ഡലത്തിൽ രക്ഷയുടെ ഭദ്രതയെക്കുറിച്ച് വിളിച്ചറിയിക്കുന്നത് സുപ്രധാനമാകയാൽ ഇന്ന് അതിലേക്ക് കടന്നു. മൃഗവും മനുഷ്യനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മനുഷ്യനിൽ ദൈവം കൊടുത്ത ആത്മാവാണെന്ന്. മനുഷ്യനിൽ ദൈവം കൊടുത്ത ആത്മാവിന് ഒരു നിത്യരക്ഷ ഉണ്ടാകണമെന്ന്. ആ രക്ഷ ക്രിസ്തു തന്നതാകയാൽ അത് ദാനവും ആരുടെയും പ്രവൃത്തികൾ അതിന് കാരണമല്ലാത്തതും അത് ദൈവത്തിൻ്റെ മാത്രം ദാനവും എന്ന് ഊന്നിപ്പറയുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അതേസമയം നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അധർമ്മികളുടെയും പാപികളുടെയും ഗതി എന്തായിരിക്കും? വിശ്വാസത്തിൻ്റെ ഏകമാർഗം യേശുവിൻ്റെ കാൽവറി മരണവും തൻ്റെ രക്തവും തൻ്റെ കൃപയും നമ്മുടെ വിശ്വാസവും അത് അംഗീകരിച്ച് ഏറ്റുപറയുന്നതും മാത്രമാണ്. കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ഏവനും രക്ഷിക്കപ്പെടും. ആ രക്ഷിക്കപ്പെട്ടവർ, ആ അനുഭവത്തിലെത്തിയവർ സ്നാനപ്പെട്ട് യേശുവിനോട് ചേരുകയും വിശുദ്ധ ജീവിതത്തിൽ ജീവൻ്റെ പുതുക്കത്തിൽ ക്രിസ്തുവിന് കൂട്ടാളിയാകുകയും ചെയ്യുന്നു. പക്ഷേ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രക്ഷയ്ക്ക് ത്രികാല അനുഭവങ്ങളുണ്ട്. നാം രക്ഷിക്കപ്പെട്ടു. ഇന്ന് നാൾ തോറും പാപത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സാത്താൻ്റെ വഞ്ചനയിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് രക്ഷയുടെ അന്തിമമായ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വം എന്ന പൂർണ്ണത പ്രാപിക്കുകയും അന്ന് നാം രക്ഷയുടെ പൂർത്തീകരണത്തിലെത്തുകയും ചെയ്യും. അതുവരെയും വിശുദ്ധ ക്രിയകൾ കൊണ്ടും നീതിപ്രവൃത്തികൾ കൊണ്ടും നമ്മുടെ രക്ഷയെ ഉറപ്പുവരുത്തുവാൻ, നാൾതോറും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാൻ, ആവോളം അധ്വാനിക്കുവാൻ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം പറയുന്നത് പോലെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതിൽ നിന്ന് വിട്ടുവീഴ്ചയില്ലാതെ ആ പ്രമാണം പാലിക്കുക എന്നതും എടുത്ത് ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചവരെ, അതിൽ തന്നെ വിശ്വസിക്കാതെ വന്നവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു എന്ന പദത്തിൽ നിന്ന് യൂദായുടെ ലേഖനത്തിൽ രക്ഷിച്ചവരെ നശിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തിൻ്റെ ഉദ്ദേശം തന്നെ രക്ഷപ്പെട്ടു വന്ന എബ്രായ ക്രിസ്ത്യാനികൾ പിന്മാറി നാശത്തിലേക്ക് പോകുകയും ചുട്ടുകളയുന്ന അന്തം പ്രാപിക്കുകയും ചെയ്യാതെ അവർ പിന്നെയും അവരുടെ മാനസാന്തരത്തിലും രക്ഷയിലും ഉറച്ചു നിന്ന് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്ന ആശയം സ്ഥാപിക്കേണ്ടതിനാണെന്ന്. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി കൃഷിക്കനുയുക്തമായ ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ ചുട്ടുകളക മാത്രമാണ് അതിൻ്റെ അന്തമെന്നും ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ വിശ്വാസത്താൽ യേശു എന്നെ രക്ഷിച്ച രക്ഷയിൽ ദൈവമുമ്പിൽ നിലനിന്നു പോകുവാൻ താല്പര്യപ്പെടുന്ന ദൈവ പൈതൽ അന്നന്ന് ജീവിതത്തിൽ വരുന്ന ബലഹീനതകൾ തമ്പുരാനോട് ഏറ്റുപറയുകയും ആവോളം ക്രൈസ്തവ ജീവിതത്തിനു വേണ്ടി, വിശുദ്ധ ജീവിതത്തിനു വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും ദൈവാനുരൂപരായി ജീവിക്കുവാൻ താല്പര്യപ്പെടുകയും ചെയ്യുമെങ്കിൽ വീഴാതെ വണ്ണം നമ്മെ തൻ്റെ മഹിമാസന്നിധിയിൽ നിർത്തി, അതെ കളങ്കമില്ലാത്തവരായി നിർത്തി, മാത്രമല്ല ആനന്ദത്തോടെ നിർത്തി തേജസ്സിൽ പ്രതിഫലങ്ങൾ തരുവാൻ ശക്തനായ യേശു നമുക്ക് വേണ്ടി നിർവഹിച്ച കാൽവരിയുടെ മഹത്വമേറിയ ക്രിയകളെ വർണ്ണിക്കുകയും അതിൽ ഭാഗവാക്കുകളായി നാൾ തോറും അവരവരുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ട് ഭയത്തോടെ മരുഭൂപ്രയാണം കഴിക്കുകയും ചെയ്യുവാൻ ഈ സന്ദേശം ഓർമ്മിപ്പിക്കുന്നു. ഒരു ഭാഗത്തിന് പ്രസക്തിയും മറ്റൊരു ഭാഗത്തിന് അപ്രസക്തിയും കൊടുക്കാതെ പൂർണ്ണവും ലളിതവുമായ സുവിശേഷം ബാലൻസ് ചെയ്ത് ജീവിതത്തിൽ അനുഭവിക്കുവാൻ 21-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനി ആഹ്വാനം ചെയ്യുന്ന ഈ സന്ദേശത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ആരാധനയിൽ നടന്ന സന്ദേശത്തിൻ്റെ ഒരു ഭാഗമാണിത്. അതുകൊണ്ട് സഭാരാധനയിലേക്ക് ഇത് മുഖേന നിങ്ങൾക്ക് സ്വാഗതം. ഇത് ശ്രദ്ധിക്കുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഏതൊരു ദൈവ പൈതലിനും ഒരു സഭയുടെ കൂട്ടായ്മ അത്യന്താപേക്ഷിതമാണ്. വീഡിയോകളിലൂടെ, DVD-കളിലൂടെ കൈമാറുവാൻ കഴിയാത്ത അത്ര വലിപ്പമുള്ളതാണ് ദൈവത്തിൻ്റെ ദിവ്യ സാന്നിധ്യം. ഇത് കാണുമ്പോൾ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു ഭാഗം സഭയിൽ പകർന്നതിൽ നിന്ന് നിങ്ങൾക്കും അനുഭവിപ്പാൻ കഴിയുമെങ്കിലും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവിക അന്തരീക്ഷം മറ്റൊന്നാണ്. എന്നെ ശ്രദ്ധിക്കുന്നവർ ദയവായി
പൂർണ്ണ സത്യത്തിലും പൂർണ്ണ ആത്മാവിലും ഉപദേശവിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കുന്ന നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും സഭകളിൽ, ബാംഗ്ലൂരിലുള്ളവരെങ്കിൽ ബഥേൽ അസംബ്ലിയിലേക്ക് സ്വാഗതം. ബാംഗ്ലൂരിന് വെളിയിലുള്ളവർ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സഭകളിൽ ഇടപെടാതെ ദൈവത്തെ സേവിക്കേണ്ടതിനും ആരാധിക്കേണ്ടതിനും അടുത്തു വരുവാൻ, ആരാധനയിൽ തുടരുവാൻ കർത്താവിൽ ഓർമ്മിപ്പിച്ചും നിങ്ങളുടെ രക്ഷയെ ഉറപ്പുവരുത്തുവാൻ അപേക്ഷിച്ചും കൊണ്ട് നിത്യതയിലെങ്കിലും തമ്മിൽ കാണാം എന്ന പ്രത്യാശയോടെ ഞാൻ ഈ DVD നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പോകാനായിട്ട് താല്പര്യപ്പെടുകയാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ചെയ്തത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. അഥവാ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുവാനും രക്ഷയുടെ ഭദ്രത എന്ന ലോകപ്രസിദ്ധമായ ഒരു വിഷയത്തിൽ ഒരു പ്രാവശ്യം കൂടെ വെളിച്ചം വീശുവാനും ദൈവത്തിൻ്റെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു, ശരണപ്പെടുന്നു. ആവർത്തിച്ച് പറയട്ടെ, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവിക മാർഗം എന്താണ്? ഒന്ന്, നാം പാപികൾ ആയിരുന്നു എന്ന് അറിയുക. 2, എൻ്റെ പാപത്തിന് പരിഹാരമായി യേശു വില മുടക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുക. 3, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ദൈവ പൈതലായിരിക്കും എന്ന് ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ തീരുമാനമെടുക്കുക. അങ്ങനെ വിശ്വസിച്ച് ഏറ്റുപറയുന്നവർക്ക് ദൈവമക്കളാകുവാനുള്ള അധികാരം എൻ്റെ കർത്താവ് തന്നു. കർത്താവെന്ന് യേശുവിനെ അംഗീകരിക്കുകയും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാഗൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു എന്ന് തിരുവചനം പറയുന്നു. പക്ഷേ തിരുവചനം ഓർപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അടുത്തിരിക്കുന്നു. രക്ഷയ്ക്ക് ത്രികാല അനുഭവങ്ങളുണ്ട് എന്ന് പറയാറുണ്ട്. അതിന് ഒരു ഭൂതകാലമുണ്ട്, ഒരു പാസ്റ്റ് ടെൻസ്, അതിനൊരു പ്രസന്റ് ടെൻസ് ഉണ്ട്, അതിനൊരു വർത്തമാനകാലമുണ്ട്, അതിനൊരു ഭാവി കാലമുണ്ട്. ഭൂതകാല അനുഭവത്തിൽ നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ രക്ഷകനായി അംഗീകരിച്ചു, യേശു എന്നെ മകനായി മകളായി അംഗീകരിച്ചു, ഞാൻ പാപത്തിൻ്റെ ആധീനതയിൽ നിന്നും മരണത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും ആത്മമരണത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചു, ഏറ്റുപറഞ്ഞു. അത് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന അതിൻ്റെ പാസ്റ്റ് ടെൻസാണ്. 2, നാൾ തോറും എൻ്റെ ജീവിതത്തിൽ എൻ്റെ രക്ഷയിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ ഏറ്റെടുത്ത രക്ഷയിൽ നിന്ന് എന്നെ നശിപ്പിച്ച് കളയുന്ന ചിന്തകളോട്, പ്രവൃത്തികളോട് ഞാൻ എതിർത്ത് നിന്ന് എൻ്റെ രക്ഷയിൽ ഞാൻ നാൾതോറും വളർന്നു വരുന്നു എന്ന് പറയുന്ന, ഞാൻ ഇന്ന് രക്ഷിക്കപ്പെടുന്നു, നാളെയും രക്ഷിക്കപ്പെടും, ഇന്ന് രക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പ്രസന്റ് ടെൻസിലൂടെ നമ്മൾ യാത്ര ചെയ്യും. ഇന്ന് ഒരു പാപത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു, പാപകരമായ സാഹചര്യത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു, ആത്മഹത്യയുടെ വാക്കിൽ ഞാൻ എത്തിയിരുന്നു, കർത്താവ് എന്നെ അവിടുന്ന് വിടുവിച്ചു, ഞാൻ ഇന്ന് രക്ഷപ്പെടുന്നു, രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഒരിക്കൽ പുത്രത്വത്തിൻ്റെ അന്തിമമായ മരണത്തിൻ്റെ നീക്കിപോക്ക് തന്ന് ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് പ്രാപിച്ചുകൊണ്ട് തേജസ്കരിക്കപ്പെട്ട് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന് ആ തുല്യനായി മാറുന്ന, അല്ലെങ്കിൽ തന്നോട് അനുരൂപനായി, തുല്യനെന്ന് പറഞ്ഞ പദം ക്ഷമിക്കണം, തന്നോട് അനുരൂപനായി ഞാൻ മാറുന്ന എൻ്റെ ശരീരം ക്രിസ്തുവിൻ്റെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് തത്തുല്യമായി മാറുന്ന ഒരു നാളുണ്ട്. അതെൻ്റെ രക്ഷയുടെ പൂർത്തീകരണമാണ്, അതതിൻ്റെ ഫ്യൂച്ചർ ടെൻസാണ്. ഒന്നുകൂടെ, ഞാനൊരു പാപിയായിരുന്നു, ഞാൻ എൻ്റെ പാപം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു, യേശു എൻ്റെ പാപത്തിന് പരിഹാരമായി വില മുടക്കി തൻ്റെ മരണത്താൽ എൻ്റെ ആത്മമരണത്തെ മായിച്ചു, എന്നെ വീണ്ടെടുത്തു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഞാൻ അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ തുടർന്ന് ജീവിക്കും എന്നൊരു തീരുമാനമെടുക്കുമ്പോൾ, എൻ്റെ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാഗൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ആത്മലോകത്തിൽ എനിക്ക് രക്ഷ ലഭിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് നാം പറയുന്നു. എന്നാൽ അതേ രക്ഷയിൽ തുടരേണ്ടതിനായി നാൾ തോറും പ്രതിസന്ധികളുടെ നടുവിൽ, പ്രലോഭനങ്ങളുടെ നടുവിൽ പാപത്തെ ഉപേക്ഷിച്ച് നീതിയെ തിരഞ്ഞെടുത്തുകൊണ്ട്, ഒന്നിനെ വിട്ട് വേറൊന്നിനെ ഏറ്റെടുത്തുകൊണ്ട് വിലമുടക്കി ദൈവസന്നിധിയിൽ ജീവിക്കുന്ന നാം നാൾ തോറും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭാവിയിൽ
നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കേണ്ടതിന്, ഈ മൺമയമായത് വിൺമയമായതിനെ ധരിക്കേണ്ടതിന്, ഈ ക്ഷയമുള്ളത് മാറി അക്ഷയമായതിനെ ഇതിൻ്റെ മീതെ ധരിക്കേണ്ടതിന്, ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ രക്ഷയുടെ പൂർണ്ണതയായി അന്ന് നാം പൂർണ്ണമായി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. രക്ഷയ്ക്ക് 3 കാലഘട്ടങ്ങളുണ്ട്: പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം എന്നിങ്ങനെ അതിനെ വിളിക്കുന്നു. അതേ, നാം രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ രക്ഷ വിശ്വസിച്ച സമയത്തേക്കാൾ ഇപ്പോൾ നമുക്ക് അടുത്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അത്രയും കാര്യങ്ങൾ ഒരു നട്ഷല്ലായി ഞാൻ പറഞ്ഞു വെച്ചു. രക്ഷ എന്നാൽ എന്ത് എന്നൊന്നുകൂടെ ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഭൂമിയിൽ ഏതു മനുഷ്യനും ജന്മനാൽ പാപ സ്വഭാവത്തിന് അടിമപ്പെട്ടതിനാൽ പാപത്തിന് അടിമകൾ ആകുന്നു. മനുഷ്യനെ പാപി എന്ന് വിളിക്കുന്നത് പോലും പാപമാണ് എന്ന് പറയുന്നവരും ചിന്തിക്കുന്നവരും ഇല്ലാതില്ല. കാരണം ഞാൻ നൈസർഗികമായി എന്നിൽ ഉയർന്നു വരുന്ന ചിന്തകൾ ഞാൻ വെളിയിൽ കൊണ്ടുവരികയാണ്. അത് എല്ലാ മൃഗങ്ങളിലുമുണ്ട്, എല്ലാ ജീവികളിലുമുണ്ട്, എന്നിലുമുണ്ട്. അതുകൊണ്ടത് പാപമല്ല, അതെന്നിൽ നൈസർഗികമായുള്ള സ്വഭാവങ്ങളുടെ പ്രകടനങ്ങൾ മാത്രമാണ് എന്ന് പറയുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഇല്ലാത്ത ഒന്ന് മനുഷ്യനുണ്ട്. മൃഗങ്ങൾക്ക് ആത്മാവില്ല, മനുഷ്യന് ആത്മാവുണ്ട്. ഒരു പശുവിനും അതിൻ്റെ കുട്ടിക്കും ഒരുമിച്ച് തീറ്റിയിട്ട് കൊടുത്താൽ കുട്ടിയെ കുത്തി മാറ്റിയേച്ച് പശു പുല്ല് തിന്നിരിക്കും. പട്ടിണി കിടക്കുന്ന പശുവും കുട്ടിയുമായി പുല്ല് പങ്കിട്ടാൽ കുഞ്ഞു കുത്തുകൊണ്ട് മാറും, അമ്മ പുല്ല് തിന്നും. എന്നാൽ വിശന്നിരിക്കുന്ന ഒരമ്മയ്ക്കും ഒരു കുഞ്ഞിനുമായി 1 ഗ്ലാസ് പാലോ അരക്കപ്പ് കഞ്ഞിയോ കൊടുത്താൽ അമ്മ പട്ടിണി തുടരും, കുഞ്ഞ് കഞ്ഞി കുടിച്ചിരിക്കും. കാര്യം മനുഷ്യനിൽ മൃഗത്തിനില്ലാത്ത എന്തോ ഒന്നുണ്ട്. ഒരു കാക്കയുടെ കൂട് 1000 വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിയ ശൈലിയിൽ മാത്രമേ കെട്ടത്തുള്ളൂ. മനുഷ്യന്റെ വീട് 10 വർഷത്തിന് മുമ്പിലത്തേതിനേക്കാൾ വ്യത്യസ്തമായിരിക്കും. നമ്മിൽ ഉൽപ്പതീക്ഷിത ചിന്തയുണ്ട്. ഒരു പശുവിൻ്റെ ജീവിത ശൈലി 500 വർഷത്തിന് മുമ്പിലത്തേത് 500 വർഷം കഴിഞ്ഞാലും തുടരും. മനുഷ്യന്റെ ജീവിത രീതി നാൾക്ക് നാൾ മാറിക്കൊണ്ടിരിക്കും. മൃഗത്തിനില്ലാത്ത എന്തോ ഒന്ന് മനുഷ്യനിൽ ഉണ്ട്. പക്ഷിക്കില്ലാത്ത എന്തോ ഒന്ന് മനുഷ്യനുണ്ട്. കാക്കയ്ക്ക് രോഗമായി ആശുപത്രി പോകണമെന്ന് ഇന്ന് വരെ പറഞ്ഞു കേട്ടിട്ടില്ല. പശുക്കളെ ചികിത്സിക്കാൻ നമ്മൾ ആശുപത്രി ഉണ്ടാക്കി, ഒരു പശു ഗുളിക കണ്ടുപിടിച്ചിട്ടില്ല, തേടിപ്പോയിട്ടില്ല. അതിന് വളരുവാനുള്ള കഴിവില്ല. എനിക്ക് പുരോഗമനത്തിൻ്റെ സാധ്യതയുണ്ട്. അവയൊക്കെയും സൃഷ്ടിക്കപ്പെട്ട നാളിലെ പോലെ ഇന്നും തുടരുന്നു. കാക്കയ്ക്ക് പറക്കുന്ന ശൈലിയിൽ വ്യത്യാസമില്ല, മനുഷ്യൻ ഓടിക്കുന്ന കാറിൽ വ്യത്യാസമുണ്ട്. അതിനില്ലാത്തതൊന്ന് എനിക്കുണ്ട്. അതെന്താണ്? ദൈവം തന്നിരിക്കുന്ന ആത്മാവ്. ദൈവദത്തമായ ആത്മാവെന്ന് ഒന്ന് എനിക്കുള്ളതിനാൽ, എൻ്റെ രക്ഷയുടെ ഭാഗമായി ആ ആത്മാവിനെ ദൈവം മുൻപിൽ കണ്ടതിനാൽ, ജഡിക സ്വഭാവങ്ങളെ കീഴടക്കുവാൻ ആ ആത്മാവിനെ ദൈവം അധികാരപ്പെടുത്തിയതിനാൽ, മൃഗങ്ങൾ അതിൻ്റെ നൈസർഗിക സ്വഭാവങ്ങൾ കാണിക്കുമ്പോൾ മനുഷ്യൻ കാണിക്കയില്ല. ദൈവത്തിൻ്റെ കൃപ അതിൻ്റെ മുകളിലുള്ളതിനാൽ, ദൈവം തന്നെ ആത്മാവിൽ അതിനെ കീഴടക്കുന്നതിനാൽ ഞാൻ പാപമെന്നതിനെ വിളിച്ചുകൊണ്ട് അതിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു. ഞാൻ പറഞ്ഞു, ലോകത്തിലൊരാശയമുണ്ട്, പാപമെന്ന് പറയുന്നതാണ് പാപമെന്ന്. പാസ്റ്റർ വി. എ. തോമസ് എന്ന കർത്താവിൻ്റെ ദാസൻ ഒരിക്കൽ പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മയുണ്ട്. പാല് വിൽക്കുവാൻ അല്ലെങ്കിൽ പാല് കൊണ്ടുത്തരുവാൻ എൻ്റെ വീടിൻ്റെ പടിക്കലൂടെ സാധാരണ യാത്ര ചെയ്യുന്ന ഒരാളുണ്ടെന്നിരിക്കട്ടെ. അദ്ദേഹം അതുവഴി പോകുന്നത് കണ്ടാൽ വിളിച്ചു നിർത്തുവാൻ ഞാൻ ഹേ പാലേ എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് പാലായിട്ടല്ല, താൻ ഇടപെടുന്നത് പാലുമായിട്ടാകയാൽ പാലെന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് അദ്ദേഹത്തിന് അറിയാം. പേപ്പർ എടുക്കുവാൻ എൻ്റെ വീടിൻ്റെ മുൻപിലൂടെ പോകുന്ന ഒരാൾ പോകുന്ന കൂട്ടത്തിൽ എനിക്കൊരല്പം ന്യൂസ് പേപ്പർ വിൽക്കുവാനുണ്ട്. ഞാൻ അദ്ദേഹത്തെ പേര് ചൊല്ലി അല്ല വിളിക്കുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കും, ഹേ ന്യൂസ് പേപ്പർ. അദ്ദേഹം അവിടെ നിൽക്കും. അദ്ദേഹത്തിൻ്റെ പേര് ന്യൂസ് പേപ്പർ എന്നല്ല. മത്തി വിൽക്കുന്നവനെ കാണുമ്പോൾ മത്തി എന്ന് വിളിക്കുന്നത് അയാളുടെ പേര് മത്തിയായിട്ടല്ല, അയാൾ ഇടപെടുന്നത് മത്തിയുമായിട്ടാകയാൽ, പാലുമായിട്ടാകയാൽ, ന്യൂസ് പേപ്പറുമായിട്ടാകയാൽ, എന്തുമായി ആ മനുഷ്യൻ ഇടപെടുന്നോ ആ പേരിൽ അദ്ദേഹത്തെ വിളിച്ചിരിക്കും. രാവും പകലും പാപവുമായി ഇടപെടുന്ന നമ്മെ പിന്നെ എന്നാ ചൊല്ലി വിളിക്കാനാ? ഈ ആശയം മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. മനുഷ്യൻ ജന്മനാൽ പാപ സ്വഭാവത്തിന് അടിമയാണ്, ആകയാൽ പാപിയ. ആരും തന്നെ പാപം ചെയ്യുന്നത് പാപം ചെയ്തവൻ പാപിയാകുകയല്ല, പാപിയാകയാൽ പാപം ചെയ്യുകയാ. പൂച്ചക്കുഞ്ഞ് മിയാവും മിയാവും അലച്ചലച്ച് പൂച്ചയാകുകയല്ല, ജനനാൽ പൂച്ചയാകയാൽ അലയ്ക്കാൻ പ്രായമാകുമ്പോൾ അലച്ചിരിക്കും. പാമ്പ് കടിച്ചു കടിച്ച് പാമ്പാകുകയല്ല, പാമ്പായി പിറന്നതിനാൽ അവസരം കിട്ടുമ്പോൾ കടിച്ചിരിക്കും. പാപി പാപം ചെയ്ത് ചെയ്ത് പാപിയാകുകയല്ല, പാപിയായി പിറന്നതിനാൽ അവസരം കിട്ടുമ്പോൾ പാപം ചെയ്തിരിക്കും. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു, സകല മനുഷ്യനിലേക്കും ആദമിൽ നിന്ന് പാപം വരുന്നു, നാം പാപി എന്നറിയപ്പെടുന്നു. ഒരു വ്യത്യാസം
വ്യത്യാസവുമില്ല. പാപത്തിന്റെ പരിഹാരമായി മാനവവർഗത്തിന് വേണ്ടി മറുവിലയായി തന്റെ രക്തം ചിന്തിയ ഏക പരിശുദ്ധനേ ഉള്ളൂ, എന്റെ കർത്താവായ യേശു മാത്രം. ആ യേശുവിന്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിക്കുന്ന ഏത് ദൈവ പൈതലിനെയും ദൈവമക്കളാകുവാൻ ദൈവം അനുവാദം കൊടുത്തിട്ടാണ് യേശുവിനെ പാപത്തിന് പകരം മരിക്കുവാൻ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഭൂമിയിലെ ഏത് മതങ്ങളെടുത്താലും എനിക്കറിവുള്ള മതങ്ങളിലൊക്കെ യാഗത്തിന്റെ പ്രമാണം കാണാം. ആരിത് പറഞ്ഞു കൊടുത്തു? പരസ്പര ബന്ധമില്ലാത്ത വ്യത്യസ്ത രാജ്യങ്ങളിൽ ആവിർഭവിച്ച വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഉടലെടുത്ത സകല മതങ്ങളിലും പരിഷ്കാര വ്യത്യാസമില്ലാതെ യാഗത്തിന്റെ എന്തെങ്കിലും ഒരു ചിന്തയുണ്ട്. ഇതെല്ലാ മതങ്ങളിലും ഉണ്ടെങ്കിൽ ഇത് ദൈവദത്തമാണ്. എന്താണത്? നിങ്ങൾ താൽക്കാലികമായി ഒരു യാഗം കഴിക്കുമ്പോൾ ഒരു യഥാർത്ഥ യാഗം നടക്കുമെന്ന് ഒരു റിഹേഴ്സൽ സകല മതങ്ങളിലും കാണിച്ചു കൊടുത്തുകൊണ്ട് കാലത്തിന്റെ സമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി വചനം ജഡമായി ഉരുത്തിരിഞ്ഞവനായ കർത്താവായ യേശു ക്രിസ്തു സകല ഭൂസീമവാസികളുമേ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തെ AD എന്നും BC എന്നും തിരിച്ചുകൊണ്ട് ഭൂമധ്യരേഖയുടെ മുകളിൽ ഗ്രീൻവിച്ച് രേഖയ്ക്ക് മുകളിൽ ഒരു മധ്യാഹ്ന വെയിലിൽ ഉയർത്തപ്പെട്ട കർത്താവിനെ രക്ഷകനും ലോകരക്ഷകനായി പിതാവാം ദൈവം ഉയർത്തിയെങ്കിൽ ആ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവേ എന്റെ പാപങ്ങൾ തിരുമുമ്പിൽ തരുന്നു, അങ്ങ് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്ന ദൈവത്തിന്റെ പൈതലെ താങ്കൾ രക്ഷിക്കപ്പെട്ടു. അതതിന്റെ പാസ്റ്റൻസാ. ഇന്ന് രാത്രി വരെയും ഈ അനുഭവമില്ലാത്തവർ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിന്റെ കേൾക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് എവിടെയെങ്കിലും ഇരിക്കുന്നെങ്കിൽ, അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പകൽ താങ്കളുടെ പകലാകട്ടെ. യേശു നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു, യേശു നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. നിങ്ങളത് അംഗീകരിച്ചാൽ മതി. യേശു നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു, നിങ്ങളത് അംഗീകരിച്ചാൽ മാത്രം മതി. ഞാൻ എയ്റോപ്ലെയിനിൽ യാത്ര ചെയ്യാറുണ്ട്. യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ എയർ ഹോസ്റ്റസ് ആഹാരം കൊണ്ട് തരാറുണ്ട്. സെപ്പറേറ്റ് ഒരു പേയ്മെന്റ് അതിനാവശ്യമില്ല. ആ എയർ ടിക്കറ്റ് എടുത്ത കൂട്ടത്തിൽ ആഹാരം വിളമ്പുന്നതാണെങ്കിൽ അതിനാവശ്യമുള്ളത് മുഴുവനും പേ ചെയ്ത് കഴിഞ്ഞു. എനിക്കുള്ള ആഹാരത്തിന് ചേർത്താണ് എൻ്റെ യാത്രാ ടിക്കറ്റ് എടുത്തത്. താങ്കൾ ഒരു ദൈവ പൈതലായി മാറിയെങ്കിൽ ചെറിയ പാപത്തിനും വലിയ പാപത്തിനും ഒരുപോലെ വില മുടക്കി കഴിഞ്ഞു. ഇനി ഒന്നിനൊന്നിനും എടുത്തു പറയേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ഇൻക്ലൂസീവ്. എൻ്റെ ദൈവത്തിന്റെ പദ്ധതി വലിയതാ, ദൈവത്തിന്റെ പരിപാടികൾ വലിയതാ. ഇറ്റ്സ് ഇൻക്ലൂസീവ്. ചെറുതും വലുതുമായ ഇന്നും മനസാക്ഷിയുടെ ഉള്ളിൽ പൊങ്ങി വരുന്ന പാപങ്ങളുടെ മേൽ യേശുവിന്റെ രക്തത്തിന്റെ തുള്ളികൾ ഇന്ന് പകൽ വീണ്ടും വീഴട്ടെ. ഇറ്റ് ഈസ് ഇൻക്ലൂസീവ്. യേശു നിങ്ങളെ രക്ഷിച്ചു. നമ്മെ രക്ഷിച്ചത് പൂർണ്ണമായിട്ടാണ്, അപൂർണമായിട്ടല്ല. എന്നെ രക്ഷിച്ചത് പൂർണ്ണമായിട്ടാണ്. അത് യേശുവിന്റെ രക്ഷയാണ്, അത് നിത്യരക്ഷയാണ്, അത് സമ്പൂർണ്ണ രക്ഷയാണ്, അത് എന്നേക്കുമുള്ള രക്ഷയാണ്. യേശു എന്നെ രക്ഷിച്ചു. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷവും പിശാച് പുറകെ കൂടും. ഞാൻ വിവാഹിതനാണ്. കഴിഞ്ഞ രാത്രി ഞാനും എൻ്റെ ഭാര്യയും കൂടെ പറഞ്ഞു 40 വർഷമാകാം. 39 അല്ലേ? 39-40 ഞാനിതങ്ങ് മറന്നു പോകും. അല്ല, ഞങ്ങൾ ഇന്നലെ പറഞ്ഞായിരുന്നു ഞങ്ങൾ വിവാഹിതരാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതിനകത്ത് വിഷമൊന്നുമില്ല. എത്ര നാളായി എന്നായിരുന്നൊക്കെ ചിലപ്പോൾ അങ്ങ് മറന്നു പോകും. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഓർക്കാനുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, 40-40 വർഷം അടുക്കുന്നു. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം പോയ പുള്ളികളെ എനിക്ക് പലരെ അറിയാം. ഒരാഴ്ച കഴിയുന്നതിന് മുമ്പേ പോയവരുണ്ടല്ലോ. 40 വർഷം കഴിഞ്ഞ് പോയവരും കാണും. പക്ഷെ ഞങ്ങൾ ഇന്നും തുടരുന്നു. ഇതിനകത്തിരിക്കുന്ന മിക്കവരും തുടരുന്നു. എല്ലാവരും വിവാഹം കഴിച്ചത് ഒരുപോലെയാണ്. ആയുസ് മുഴുവനും മരണം അവരെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ ഒരുമിച്ച് പോകാനാണ്. കൃപയാൽ ഞങ്ങൾ ഇന്നും തുടരുന്നു. ചിലരൊക്കെ പോയി. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് കൃപയാൽ 50 വർഷത്തിലധികമായി. എന്നെപ്പോലെ രക്ഷിക്കപ്പെട്ട പലരും ഇന്ന് ദൈവകൃപയിൽ ഇല്ല. ചിലത് പോയി. ഞാൻ ഇന്നും നിലനിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കാര്യം, ഞങ്ങളുടെ വിവാഹബന്ധം നഷ്ടമാകാതിരിക്കാൻ ഞങ്ങൾ ഇരുവരും ശ്രമിച്ചു. മറ്റവരുടെ വിവാഹബന്ധം നഷ്ടമാകാതിരിക്കാൻ അവരങ്ങനെ ശ്രമിച്ചില്ല. ശ്രമിച്ചെങ്കിൽ അവരുടെ ശ്രമം പരാജയപ്പെട്ടു. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഇന്നും രക്ഷയിൽ നിൽക്കുന്നു. എന്നോടൊപ്പം യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞ പലരും ഇന്ന് യേശുവിന്റെ വഴിയിൽ ഇല്ല. എന്നോടൊപ്പം സ്നാനപ്പെട്ട പലരും ഇന്ന് ദൈവകൃപയിൽ ഇല്ല. എന്ത് പറ്റി? അതിൽ നിലനിൽക്കുവാൻ ഞാൻ താല്പര്യപ്പെട്ടു. വേറൊരാളിനത് കഴിയാതെ പോയി. രക്ഷയിൽ തുടരേണ്ടത് ആവശ്യമെന്ന്, അതിന്റെ പ്രസന്റ് ടെൻസിൽ നിൽക്കേണ്ടത് ആവശ്യമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. കാരണം നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അധികം അടുത്തിരിക്കുന്നു. അന്നത് ദൂരമായിരുന്നു അതിന്റെ പൂർണ്ണത, ഇന്നത് അധികം അടുത്തിരിക്കുന്നു. നമുക്ക് വായിക്കാം
1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ എടുത്തു വരികയാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം പഴയ നിയമ ചരിത്രം പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുക. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ആര്? സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെ എല്ലാവരും മോശയോടുകൂടെ ഇറങ്ങിയവരാണ്. മറക്കരുത്, മിസ്രയീമിൽ നിന്ന് ഇറങ്ങിയ ദൈവജനത്തെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇവിടെ പുതിയ നിയമം അതിൽ തന്നെ പൂർണ്ണമല്ല. പഴയ നിയമം ഇല്ലാതെ പുതിയ നിയമം മനസ്സിലാകത്തില്ല. പഴയ നിയമം എന്ന അടിസ്ഥാനത്തിന്റെ മേലാണ് പുതിയ നിയമം പണിതിരിക്കുന്നത്. ഒരു കൊച്ചുദാഹരണവുമായി ഞാൻ തുടങ്ങാം. ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഒരിക്കൽ പരീശന്മാർ വന്നൊരു ചോദ്യം ചോദിച്ചു. ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? ഇവർക്ക് മറുപടി കിട്ടാൻ വേണ്ടി അല്ല ചോദിച്ചത്, അറിയാൻ വയ്യാഞ്ഞിട്ട് അല്ല ചോദിച്ചത്. യേശുവിനെ വാക്കിൽ കൊടുക്കുവാൻ എവിടെയെങ്കിലും ഒരു അവസരം ഉണ്ടാകേണ്ടതിന്, യേശുവിനെ കൊടുക്കേണ്ടതിന് ചോദിച്ച ഒരു ചോദ്യമാണ്. അതിന് വൺ വേർഡ് ആൻസറിന്റെ ആവശ്യമേ ഉള്ളൂ. ഒന്നുകിൽ യേശുവിന് പറയാം യെസ്, അല്ലെങ്കിൽ യേശുവിന് പറയാം നോ. വൺ വേർഡ് ആൻസർ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. ഏത് കാരണത്താൽ ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? ഞാൻ പറഞ്ഞു വൺ വേർഡ് ആൻസർ, ഒറ്റ വാക്കിൽ മറുപടിയുടെ ആവശ്യമേ ഉള്ള ചോദ്യത്തിന് അത്ര വ്യക്തമാണ് ചോദ്യം. ഒന്നുകിൽ ആന്നു, അല്ലെങ്കിൽ അല്ല, തീർന്നു. പക്ഷെ യേശു നിർത്തിയില്ല. യേശു ഉൽപ്പത്തി തുടങ്ങി. സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? നിങ്ങൾ പഴയ നിയമം വായിച്ചിട്ടില്ലേ? നിങ്ങൾ സൃഷ്ടിയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലേ? ഞാൻ പുതിയ നിയമത്തിൽ എൻ്റെ നിയമം പറയണമെങ്കിൽ അതിന് മുന്നമേ പഴയ അടിസ്ഥാനം ഉറപ്പിക്കാതെ സാധ്യമല്ല. യേശു അവിടുന്ന് ആരംഭിച്ചു. എനിക്ക് ഇന്ന് ചിലത് തെളിയിക്കണമെങ്കിൽ വിശുദ്ധ പൗലോസ് പോയ വഴിയെ പോകട്ടെ, പൗലോസിനെ പരിശുദ്ധാത്മാവ് നടത്തിയ വഴിയെ പോകട്ടെ. പഴയ നിയമത്തിന്റെ ഉദാഹരണങ്ങൾ കൊണ്ടാണ് പുതിയ നിയമം വ്യക്തമാക്കേണ്ടത്. ആകയാൽ 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നവരാണ്. മിസ്രയീമിൽ വെച്ച് രക്ഷിക്കപ്പെട്ടതായ ജനം, മിസ്രയീമിൽ വെച്ച് ചോരത്തളിയും പെസഹയും ആചരിച്ചതായ ജനം, മിസ്രയീമിൽ നിന്ന് ചെങ്കടലിലൂടെ നടന്ന ജനം, മരുഭൂമിയിൽ കയറിയപ്പോൾ മേഘത്തിൻ കീഴിൽ നിന്ന ജനം എന്ന് പറഞ്ഞാൽ ചോരത്തളിയും പെസഹയും രക്ഷയെ കാണിക്കുന്നു. യേശുവിന്റെ ചോരയാലുള്ള രക്ഷയെ കുറിക്കുന്നു. ചെങ്കടൽ സ്നാനത്തെ കുറിക്കുന്നു. ചെങ്കടലിലൂടെ സ്നാനമേറ്റു. മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റവർ. അടുത്തത്, അവരെല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. ആത്മീക ആഹാരത്തെ കുറിച്ച്, ആത്മീക ജീവിതത്തെ കുറിച്ച്, ആത്മീക വളർച്ചയെ കുറിച്ച് അത് പറയുന്നു. അവർ മേഘത്തിൻ കീഴിലായിരുന്നു, ആത്മാവിന്റെ കീഴിലായിരുന്നു. എന്നെക്കാളും നിങ്ങളെക്കാളും കുറയാതെ അക്ഷരീകമായി ദൈവകൃപയിൽ നടന്നവരാണ്. പക്ഷേ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് മാത്രം, യേശുവിനെ അംഗീകരിച്ചത് കൊണ്ട് മാത്രം ദൈവപ്രസാദമായില്ല. ഒരിക്കൽ സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രം ദൈവപ്രസാദമായില്ല. അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. 5-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ പ്ലീസ്? ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവര് മരുഭൂമിയിൽ വീണു എന്നല്ല എഴുതിയിരിക്കുന്നത്, അവരെ തള്ളിയിട്ടു എന്ന്. ഇതൊന്ന് ശ്രദ്ധിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അവർ വീണുവെന്നല്ല എഴുതിയിരിക്കുന്നത്, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു എന്ന്. എന്തുകൊണ്ട്? ആവർത്തിച്ചിടപെട്ടിട്ടും ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ അക്രമം കാണിച്ചതിനെ തള്ളിയിടുന്നത് തമ്പുരാന്റെ മാന്യതയാണ്, ദൈവത്തിന്റെ നീതിമാനായ ദൈവം. ഞാൻ ഒരിക്കൽ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ച ശേഷം പൊതുലോകം നടക്കുന്നത് പോലെ നടന്നാൽ എന്നെ വേറൊരുത്തനെന്ന് കാണുവാൻ ദൈവം അനീതിയുള്ളവൻ അല്ല. ആവർത്തിക്കാം. ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ശേഷം, ഞാൻ യേശുവുമായി ഒരുമിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ച് സ്നാനപ്പെട്ട ശേഷം ജഡീകനും ലോകക്കാരനും നടക്കുന്നത് പോലെ ലോകത്തിന്റെ വഴിയിലും മാർഗത്തിലും നടന്നാൽ എന്റെ ഒരു തീരുമാനത്തിന്റെ പേരിൽ കുറ്റമല്ലെന്ന് വരികയില്ല. അത് ദൈവത്തിന്റെ നീതിയാണ്. ദൈവം തന്നെ അവരെ തള്ളിയിട്ടു, താൻ തന്നെ അവരെ തള്ളിയിട്ടു എന്ന് കാണുവാൻ കഴിയും. വായിക്കാം യൂദായുടെ ലേഖനം 5-ാമത്തെ വാക്യം. ഇതേ ആശയം തന്നെയാണ്, ഇതേ കാര്യം തന്നെയാണ്. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തതിനെ പിന്നത്തേതിൽ നശിപ്പിച്ചു. നശിച്ചുവെന്നല്ല, രക്ഷിച്ചതിനെ നശിപ്പിച്ചു. രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, ദൈവകോപം നമുക്കെതിരെ തിരിയാതെ, ദൈവത്തിന്റെ ന്യായവിധി നമുക്ക് വിരോധമായി വീശാതെ നാം രക്ഷിക്കപ്പെട്ടുവെന്ന് പറഞ്ഞ ആ വിശ്വാസത്തിലും ക്രിയയിലും മാനസാന്തരത്തിന് യോഗ്യമായ
ഫലം കായ്ക്കുവാൻ, ജീവിതത്തിൽ നാം രക്ഷിക്കപ്പെട്ടു എന്നത് പ്രകടമാകുവാൻ തമ്പുരാൻ കൃപ ചെയ്യട്ടെ. എനിക്കൊന്ന് നന്നായിട്ട് ഇത് മനസ്സിലായിട്ടുണ്ട്, നന്നായി മനസ്സിലാകും. ഈ വാക്യങ്ങൾ വളരെ വ്യക്തമാണ്. രക്ഷിച്ചവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു, ഇറങ്ങിത്തിരിച്ചവരെ പിന്നത്തേതിൽ തള്ളിയിട്ടു. കാര്യം അവരുടെ ജീവിതം ദൈവത്തിന് ഹിതകരമായിരുന്നില്ല. നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമായിരിക്കാൻ, യോഗ്യമായി ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യം. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. പിന്മാറുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ പിന്മാറാൻ ഒരു സാധ്യതയുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് പിന്മാറിക്കൂടുന്നില്ല. പിന്മാറാൻ ദൈവം അവസരം വെച്ചിട്ടുണ്ട്. ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും ചോദ്യം ചെയ്തില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സ്വാതന്ത്ര്യത്തോടെ, നമുക്ക് ഉള്ള ഒരു പരിമിതിയുണ്ട്. എനിക്കിപ്പോൾ ഇവിടുന്ന് സൂര്യനിൽ പോയി താമസിക്കണമെന്ന് കണ്ടാൽ അതിനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടില്ല. നോ, ചന്ദ്രനിപ്പാനും താമസിക്കാൻ ഇതുവരെ സ്വാതന്ത്ര്യം തന്നിട്ടില്ല. ഈയിടെ തരത്തുമില്ല. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു പരിധിയുണ്ട്, അതിനകത്ത് ഒത്തിരി സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നാം ഉപയോഗിക്കുന്നത് കൊണ്ട് ദൈവത്തെ വേണ്ടെന്ന് എന്ന് തോന്നിയാലും കളഞ്ഞേച്ചുവാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്ന് ദൈവത്തെ വേണ്ടെന്ന് തോന്നിയാലും കളഞ്ഞേച്ചുവാൻ സ്വാതന്ത്ര്യമുണ്ട്. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നതിനാൽ ഒരുത്തൻ പിന്മാറിയാൽ, യേശു ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു. ഒരുപാട് യഹൂദന്മാരെന്നിൽ വിശ്വസിച്ചവർ തിരിച്ചുപോയല്ലോ, നിങ്ങൾക്കും പൊയ്ക്കോളാൻ മനസ്സുണ്ടോ? ഗെറ്റ് മീ. യൂദായെ തെരഞ്ഞെടുത്ത് കൊണ്ടു നടന്നു. ഒടുവിൽ അവൻ നേരെയാകുകയില്ലെന്ന് കണ്ടപ്പോൾ പെസഹ പെരുന്നാളിന്റെ ദിവസം അപ്പം ചാറിൽ മുക്കി കയ്യിലോട്ട് കൊടുത്തേച്ചു പറഞ്ഞു, നീ ചെയ്യാനുള്ളത് വേഗത്തിൽ പോയി ചെയ്യ്. പിന്മാറുവാൻ ഒരുവൻ തീരുമാനിച്ചാൽ പിടിച്ചു നിർത്തുന്ന സിസ്റ്റം ദൈവത്തിനില്ല. പിന്മാറുന്നുവെങ്കിൽ അവന് തമ്മിൽ പ്രസാദമില്ലെന്ന് മാത്രം. പിന്മാറ്റം എന്നൊന്ന് ഉണ്ട് എന്നെന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. നാം ഭയത്തോടെ മുന്നേറേണ്ടവരാണ്, പിന്മാറേണ്ടവരല്ല. പിന്മാറുന്നുവെങ്കിൽ എനിക്ക് അവനിൽ പ്രസാദമില്ല. ഈ റോമാലേഖനത്തെ, എബ്രായ ലേഖനമാണല്ലോ നമ്മൾ തൊട്ടത്. എബ്രായ ലേഖനത്തിന്റെ എഴുത്തിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒന്ന് തൊട്ടിരുന്നു. എബ്രായരിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾ, യഹൂദ ക്രിസ്ത്യാനികൾ കാലത്തിന്റെ പോക്കിൽ പിന്മാറ്റത്തിന്റെ വാക്കിലായി. കാര്യം അവർ വിശ്വസിച്ച് ഇറങ്ങിയത് അവരുടെ ആയുസ്സിൽ തന്നെ യേശു മടങ്ങി വരുമെന്ന്. ഒന്നാം തലമുറ അവരുടെ ആയുസ്സിൽ യേശു മടങ്ങി വരുമെന്ന് കരുതിയതിനാൽ ഉണ്ടായിരുന്നതെല്ലാം വിറ്റ് പൊതുവകയെന്ന് എണ്ണി. പിന്നെ അവരെ ഏതായാലും പെന്തിക്കോസിൽ പോയതല്ലേ, അന്നെൻ്റെ വസ്തുവകകൾ കണ്ടുകെട്ടിയേക്കാം എന്ന് ഒത്തിരി പേര് പറഞ്ഞു. എൻ്റെ അപ്പം പറഞ്ഞു, അതിനൊക്കെ വസ്തുവക തരത്തില്ല, വീട്ടിൽ നിന്ന് പെന്തിക്കോസിൽ പോയതല്ലയോ. അയ്യോ, സന്തോഷത്തോടെ ഞാൻ പോരുന്നു. അതിനുവേണ്ടി വഴക്കിടുന്നവരുണ്ട്. വഴക്കിടാത്തവർക്കായി സ്തോത്രം, അവർക്ക് കൂടുതൽ കിട്ടും. എനിക്ക് കിട്ടിയ പോലെ. വഴക്കിട്ടവർക്ക് കിട്ടിയാലുമായി, കിട്ടിയില്ലേലുമായി. എൻ്റെ അപ്പം പറഞ്ഞാൽ തരത്തില്ലെന്ന്. അത് തന്നെ പണ്ട് മുതലേ ഉള്ളതാണ്. പിശാചിൻ്റെ അടവുകൾ പഴയതാകട്ടെ, ഒരിക്കലും പുതുതല്ല. ഒരു തമാശ പിടിച്ച സംഭവം പറയാം. മജസ്റ്റിക് റെയിൽവേ കോളനിയിലുണ്ടായിരുന്ന ഒരു സഹോദരൻ ഒരിക്കൽ ഒരു ദിവസം 4 മണിയായപ്പോൾ, ഞാൻ ജലഹാലി എയർഫോഴ്സ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ 4:30 കാണും. എൻ്റെ അടുക്ക് വന്നു വെച്ച് പറഞ്ഞു, പാസ്റ്റർ വെളുപ്പിനെ നമ്മുടെ വീട്ടിൽ കള്ളം കയറി, അല്ലെ രാത്രിയിൽ നമ്മുടെ വീട്ടിൽ കള്ളം കയറി സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി. ഞാൻ രാവിലെ ഒരു കംപ്ലയിൻറ്റ് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. ഇതുവരെയും പോലീസുകാർ ഒരു അന്വേഷണം തുടങ്ങിയിട്ടില്ല. സാംഗ്ലേന സാറിനെ വിളിച്ചൊന്ന് പറയാമോ പറഞ്ഞപ്പോൾ, സാംഗ്ലേന സാർ എന്തോ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അന്ന് അദ്ദേഹം നമ്മുടെ ഒരു കമ്മീഷണറാണ്, ഇവിടെ പോലീസിലെ കമ്മീഷണർ. എന്തോ ചെയ്യുമെന്ന് എനിക്കറിയാം, ഏതായാലും ഞാൻ വിളിച്ച് പറയാൻ ബ്രദറിൻ്റെ അടുക്ക പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെയും കൂട്ടി, അന്ന് എനിക്ക് അങ്ങോട്ട് ടെലിഫോണുണ്ടോ, ടെലിഫോണുള്ള ഒരു സ്ഥലത്ത് ചെന്നു, ഒരു ഫോൺ എടുത്തു, സാറിൻ്റെ നമ്പർ വിളിച്ചു. കൃത്യം പോലെ സാറിനെ കിട്ടി. ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ നമ്മുടെ ഇന്നാരാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കള്ളം കയറി, ഇതെല്ലാം കൊണ്ടുപോയി രാവിലെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു, ഒന്നും ആയിട്ടില്ല, സാറിന് ദയവായിട്ട് എന്തെങ്കിലും ചെയ്യാമോ? അദ്ദേഹം എന്നോട് ചോദിച്ചു, കള്ളൻ കയറിയ വീടിൻ്റെ ഉടമസ്ഥൻ അവിടെ ഉണ്ടോ വർഗീസേ? ഉണ്ട്. എന്നാൽ അങ്ങേരുടെയിലോട്ടാ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ കൊടുത്തു. സാംഗ്ലേന സാർ, ഈ മനുഷ്യനോട് തിരിച്ചൊരു 3-4 ചോദ്യം. എത്ര മണിക്കാണ് കള്ളൻ കയറിയത് ഉദ്ദേശം? അങ്ങേര് പറഞ്ഞ കള്ളൻ കയറിയത് എനിക്കറിയാമെങ്കിൽ ഓടിക്കത്തില്ലേ? എനിക്കറിയാൻ വയ്യ. എന്നാലും പാതിരാത്രിക്ക് മുമ്പാണോ പാതിരാത്രി കഴിഞ്ഞാണോ? സാർ പാതിരാത്രി കഴിഞ്ഞ. മുന്നിലത്തെ കഥയിൽ കൂടാണോ പുറകിലത്തെ കഥയിൽ കൂടാണോ? കഥയിൽ കൂടെ അല്ല സാറേ, ജനലിക്കൂടാ. ഓക്കെ, മുന്നിലത്തെ ജനലിക്കൂടോ പുറകിലത്തെ ജനലിക്കൂടോ? അങ്ങനെ ഏതോ പറഞ്ഞു. അഴി വളച്ചാണോ കയറിയത്, അഴി മുറിച്ചാണോ കയറിയത്? അവിടെ സാംഗ്ലേന സാറിന് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്നെ എടുക്കാൻ എനിക്കറിഞ്ഞുകൂടാ. ജനലിൻ്റെ അഴി മുറിച്ചാണോ കയറിയത് അതോ അഴി വളച്ചാണോ കയറിയത്? അങ്ങനെ അതിന് മറുപടി പറഞ്ഞു, കയറിയിട്ട് കതക് തുറന്നാണോ അകത്ത് വന്നത് അതോ ജനലിൽ കൂടെ തന്നെയാണോ വന്നത്? മനുഷ്യന് എൻ്റെ നോട്ടത്തിൽ
ഒരു കാലത്ത് ഇറിലവൻ്റായ കുറേ ചോദ്യം, കാരണം ഇയാളെ ബോറടിച്ച് വിടാൻ ആയിരിക്കണം, ഇറിലവൻ്റായ കുറേ ചോദ്യങ്ങളാണ് സാർ ചോദിച്ചത് എന്ന് എനിക്ക് തോന്നി. ഫോൺ പരീക്ഷനെ കൊടുക്കാൻ പറഞ്ഞു, എൻ്റെ തിരിച്ച് ഫോൺ തന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പരീക്ഷ ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്ന കാര്യം കേട്ടു, ഒരു 4-5 മിനിറ്റ് ആ ഫോൺ പിടിച്ചു, ഞാനങ്ങ് പോകും, എനിക്ക് ഇവിടെ ഇരിക്കാൻ നേരമില്ല, ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു, അന്നേരത്താണ് ഇതുണ്ടായത്, നീ വിളിച്ചത്, ഫോൺ പിടിച്ചോ, താത്തു വെക്കരുത്, നിൻ്റെ നേരം കഴിയുമ്പോൾ ഫോൺ വെച്ചു നീയും പോകും, ദാറ്റ്സ് ഇറ്റ്. അദ്ദേഹം അവിടുന്ന് പോലീസ് വയർലെസ് ഓൺ ചെയ്തു. ആ വയർലെസ്സിനകത്തൂടെ കൺട്രോൾ റൂം വിളിച്ചു. കൺട്രോൾ റൂം വിളിച്ചു പറഞ്ഞു, ഇന്ന് രാവിലെ ഇത്ര മണിക്ക് എൻ്റെ പോലീസ് സ്റ്റേഷനിൽ ഇന്ന നമ്പറിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, കള്ളൻ ഇന്ന ജനലിൽ കൂടെയാണ് കയറിയിരിക്കുന്നത്, ഇത്ര മണി ഉദ്ദേശം ഇത്ര മണിക്കാണ് കയറിയിരിക്കുന്നത്, ഇന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്, ആളാരാന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് അരമണിക്കൂറിനകം എനിക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കണം. അദ്ദേഹത്തിൻ്റെ വാചകം, അരമണിക്കൂറിനകം എനിക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കണം. അദ്ദേഹം ഫോൺ ഔട്ട് തന്നെ വെച്ചു. തുടർന്ന് ഈ പോലീസുകാർ തമ്മിൽ സംസാരിക്കുന്നതും സ്റ്റേഷനുകളിൽ തമ്മിൽ പോകുന്നതെല്ലാം ഈ വയർലെസ്സിനകത്തൂടെ എനിക്ക് കേൾക്കാം. അരമണിക്കൂറൊന്നും എടുത്തില്ല, 15 മിനിറ്റിനകം കള്ളനെ പിടിച്ചു. 15 മിനിറ്റ്. പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, സാറേ ഇതെന്തോ പരിപാടി എന്ന് ചോദിച്ചാൽ പറഞ്ഞു, വർഗീസേ, കള്ളനെ പോലെ ലോ കാറ്റഗറി ബ്രെയിൻ വേറെ ആർക്കുമില്ല, ഇത് ചെകുത്താനല്ലേ ഓപ്പറേറ്റ് ചെയ്യുന്നേ. ജനലിക്കൂടെ കയറുന്ന കള്ളൻ ജനലിക്കൂടെ കയറൂ, അഴി മുറിക്കുന്ന കള്ളൻ മുറിച്ചേ കയറൂ, വളയ്ക്കുന്നവൻ വളച്ചേ കയറൂ, വൈകിട്ട് കയറുന്നവൻ വൈകിട്ടേ കയറൂ, വെളുപ്പിനെ കയറുന്നവൻ വെളുപ്പിനെ കയറൂ. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലീസുകാർക്ക് അറിയാം ആരായതെന്ന്. പിടിച്ചു കൊടുക്കുന്ന പ്രയാസമൊന്നും അല്ല, അതുകൊണ്ടാണ് ഇത് ഒത്തത്. പിശാചും പഴയ കള്ളനാ, അവനെ പഴയ പ്രകൃതി ഇന്നും തുടരും. അവനെ പഴയ കള്ളനാ. അന്നത്തെ പിന്മാറ്റം ഇന്നുമുണ്ട്, ഇന്നത്തെ പിന്മാറ്റം തന്നെ പണ്ടും ഉണ്ടായിരുന്നു. ഞാൻ എക്സ്പീരിയൻസ് ആണെന്ന് പറയുമ്പോഴേ ഉള്ളി കള്ളം പറയുന്നത്, പിശാച് പറയുന്നത് ചുമ്മാടാകുമെന്ന്. ഞാൻ ചിലപ്പോൾ പറയും, എനിക്ക് 50 വർഷത്തെ ആത്മീയ പരിചയമുണ്ട്, എന്നെ ജയിക്കാനൊന്നും പിശാചിനൊക്കത്തില്ല. പിശാച് പറയണേ, എനിക്ക് 50,000 കൊല്ലത്തെ പരിചയമാണ്, നിന്നെ പോലുള്ളവനോട് ഇടപെട്ട് ഞാൻ നിന്നെ ജയിച്ചിരിക്കും. പിശാചിന് എന്നെക്കാൾ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ ഞാൻ ദൈവകൃപയിലാകയാൽ എന്നെപ്പോലെ ചെയ്യാൻ പിശാചിനൊക്കത്തില്ല. അവനെ പഴയ കാര്യം ചെയ്യത്തേ ഉള്ളൂ. അന്ന് എന്തെല്ലാം തത്വങ്ങൾ പിശാച് കൊണ്ടുവന്നു, അത് തന്നെ ഇന്നും കൊണ്ടുവരും. ഏതായാലും ക്രിസ്ത്യാനി ആയതല്ലേ, അവൻ്റെ വസ്തുവകകൾ അവന് കൊടുക്കണ്ട, വീടുകളിൽ നിന്ന് അവരെ ചവിട്ടി ഇറക്കി വിട്ടു. ഒത്തതിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലുകളിൽ കയറ്റി. അയ്യോ, എൻ്റെ ചർച്ചിന് ഒരാൾ തീ വെച്ചു, എന്നെ ഒരുത്തൻ തല്ലി എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നവനെ അല്ലയോ ഇന്നത്തെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നത്. അന്നത്തേതിനേക്കാൾ പിശാച് മാനസാന്തരപ്പെട്ടിട്ടില്ല. അന്നത്തെ പിശാച് ഇന്നും, ഇന്നത്തെ പിശാച് അന്നുമാണ്. ഇങ്ങനെ 1-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിത്തിരിച്ചിരുന്ന എബ്രായർ പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തിലേക്ക് മാറി, പ്രതികൂലത്തിൽ നിന്ന് പ്രതികൂലത്തിലേക്ക് മാറി. അവരെല്ലാവരും കൂടെ ഏറ്റുപാടി, നമ്മുടെ തലമുറയിൽ യേശു വരും, അതുകൊണ്ട് അധികം നാൾ നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല, പോട്ടെ, നമുക്ക് ബാക്കി മതി. പക്ഷേ 1-ാം തലമുറ തീർന്നു വരുന്നു, യേശു ഒട്ട് വന്നുമില്ല. 2-ാം തലമുറയ്ക്ക് വസ്തുവകകളില്ല. 1-ാം തലമുറക്കാർ വിറ്റ് നിന്നതിനാൽ 2-ാം തലമുറക്കാർ ബുദ്ധിമുട്ടിലായി. അവർക്ക് മൊത്തമായൊരു ചിന്ത വന്നു, നമുക്ക് തിരിച്ച് യഹൂദ മതത്തിൽ ചേർന്നാലോ. സ്നാനപ്പെട്ടത് തെറ്റായിപ്പോയില്ലേ, ഇറങ്ങിത്തിരിച്ചത് തെറ്റായിപ്പോയില്ലേ, നമുക്ക് മടങ്ങിപ്പോയാൽ എന്ത് എന്നൊരു ചിന്ത അവർക്ക് വന്നു. പിന്മാറുവാനുള്ള സാധ്യത അവർക്കുണ്ട് എന്ന് കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ എഴുതുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. പൗലോസാണ് എഴുതിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു, എഴുതിയെന്ന് ഞങ്ങൾ കരുതുന്നു. അങ്ങനെ എഴുതിയ വ്യക്തമായ തെളിവ് 100% പറയാനില്ല. അതാണ് എബ്രായ ലേഖനം. ആ എബ്രായ ലേഖനം പൗലോസ എഴുതിയെന്ന് പറഞ്ഞാൽ 1-2 അങ്ങ് ഇഞ്ഞും തള്ളിപ്പിടിക്കാനുള്ള തെളിവുകളൊക്കെ ഉള്ളൂ. ഞാൻ ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല, കാര്യം അതിന് പോയാൽ പ്യുവർ ബൈബിൾ സ്റ്റഡി ആയി പോകും. അതുകൊണ്ട് നമ്മുടെ മെസ്സേജ് ആയിട്ട് വരത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തിരിയുന്നില്ല. അവരെ ഉറപ്പിക്കുവാൻ വേണ്ടി എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. പിന്മാറ്റത്തിന്റെ ചാൻസ് ഇല്ലായിരുന്നെങ്കിൽ, ഒരിക്കൽ മാനസാന്തരപ്പെട്ടവർ നിത്യതയിൽ വരെ എത്തുമായിരുന്നെങ്കിൽ എബ്രായ പുസ്തകം എന്നൊന്നും ഇല്ലായിരുന്നു, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്തുകൊണ്ട് എബ്രായ ലേഖനം നിലവിൽ വന്നു? മാനസാന്തരപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവർ വീണ്ടും നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം എഴുതിയത്. ഇല്ലെങ്കിൽ ഈ പുസ്തകം ഉണ്ടാകത്തില്ലായിരുന്നു. എബ്രായ ലേഖനത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകത, പഴയ നിയമത്തെക്കാൾ പുതിയ നിയമമാണ് നല്ലതെന്നും മോശയേക്കാൾ യേശുവാണ് വലിയവനെന്നും തെളിയിക്കുകയാണ് ഇതിന്റെ പ്രധാനം. 1-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വേണ്ടവർ നോട്ട് ചെയ്ത് അങ്ങ് പൊയ്ക്കോ. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കുറെ വെളിപ്പാടുകൾ തന്നിട്ടുണ്ട്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പഴയ നിയമത്തിന്റെ ഹോപ്പിനേക്കാൾ, പ്രത്യാശയേക്കാൾ ശ്രേഷ്ഠമായ പ്രത്യാശയാണ് പുതിയ നിയമം. പുതിയ നിയമത്തിലെ പ്രത്യാശ പഴയ നിയമത്തിലെ പ്രത്യാശയേക്കാൾ വലുതാണ്. 7-ാം അധ്യായത്തിന്റെ
20 മുതൽ 28 വരെയുള്ള വാക്യത്തിലേക്ക് പോയാൽ പഴയ നിയമ പൗരോഹിത്യത്തെക്കാൾ, ലേവി പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണ് പുതിയ നിയമ പൗരോഹിത്യം. പഴയ നിയമത്തിൽ ആരായിരുന്നു പുരോഹിതന്മാർ? ലേവി ഗോത്രത്തിൽ പിറന്നവരായിരുന്നു. പുതിയ നിയമത്തിൽ ആരാണ് പുരോഹിതന്മാർ? ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും വേർതിരിച്ച ഞാനും നിങ്ങളും രാജകീയ പുരോഹിത വർഗമായി ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇതാണ് ശ്രേഷ്ഠമായ പൗരോഹിത്യം, പഴയ നിയമത്തിൻ്റെതല്ല. പഴയ നിയമത്തിന്റെ പൗരോഹിത്യത്തിൽ എന്റെ ഭാഷയിൽ ഒടുവിലത്തെ മഹാപുരോഹിതൻ യേശുവിന്റെ മുമ്പിൽ വന്ന് തന്റെ വസ്ത്രം കീറി. ഞാൻ ഒരു 2-3 മിനിറ്റ് അവിടെ നിന്നേച്ച് മടങ്ങി വരാം. പഴയ നിയമത്തിൽ പൗരോഹിത്യത്തിന്റെ പ്രമാണം കൊടുക്കുമ്പോൾ അത് ലേവിക്കാണ് കൊടുത്തിരിക്കുന്നത്, ലേവിയുടെ കുടുംബത്തിനാണ് കൊടുത്തിരിക്കുന്നത്. വേറൊരു ഭാഷയിൽ അഹരോന്റെ കൊച്ചുമക്കൾക്കാണ് അത് കൊടുത്തിരിക്കുന്നത്. അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രമാണത്തിൽ വസ്ത്രത്തിലാണ് പൗരോഹിത്യത്തിന്റെ ഒരു നല്ല ഭാഗം. ജനനാൽ ആ ഗോത്രത്തിലാണ് അതിന്റെ അതിപ്രധാനം. 2ാം ഭാഗം വസ്ത്രത്തിലാണ്. പുരോഹിതന്മാർ ഒരു പ്രത്യേകതരം വസ്ത്രം ധരിച്ചുകൊണ്ട്, അന്നത്തെ പൗരോഹിത്യ വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം ശുശ്രൂഷ ഏൽക്കാൻ. ആ വസ്ത്രമില്ലാതെ പൗരോഹിത്യം ഇല്ല. ഇനിയും ആ വസ്ത്രം കൈമാറുന്നത് എങ്ങനെ? ഞാനൊരു പുരോഹിതനാണെങ്കിൽ എൻ്റെ കാലശേഷം എൻ്റെ മകനെ അതേ പൗരോഹിത്യത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഞാൻ ധരിച്ചിരുന്ന വസ്ത്രം ഊരി എൻ്റെ മകനെ ധരിപ്പിച്ചു വേണം അഭിഷേകം കഴിക്കുവാൻ. അവൻ അഭിഷക്തനായാൽ പിന്നെ അവന് പുതിയ വസ്ത്രം ഉണ്ടാക്കാം. അവൻ്റെ മകനെ അവൻ പുരോഹിതനാക്കണമെങ്കിൽ ഒടുവിൽ അവൻ ധരിച്ചിരുന്ന വസ്ത്രം ഇട്ട് വേണം ധരിപ്പിക്കുവാൻ. ഇങ്ങനെയാണെങ്കിൽ ഈ ധരിച്ചിരുന്ന വസ്ത്രം കഷ്ടകാലത്തിന് കീറിപ്പോയാലോ ഒരു പ്രമാണം കൊടുത്തു. പുരോഹിതൻ മരിക്കാതെയും അഥവാ പൗരോഹിത്യം മരിക്കാതെയും നിലനിർത്തുവാനും വേണ്ടി പുരോഹിതൻ താടി പിച്ചി പറിക്കരുത്, വസ്ത്രം കീറരുത്. എന്നോടെ ആവർത്തിക്കാം. പഴയ നിയമ പൗരോഹിത്യത്തിന്റെ 1ാം ഭാഗം ഏത് കുടുംബത്തിൽ ഏത് മാതാപിതാക്കൾക്ക് ജനിച്ചു എന്നതിനെ ആസ്പദിച്ചാണ്. ലേവി കുടുംബത്തിൽ ജനിച്ചിരിക്കണം. 2ാമത്തെ പ്രത്യേകത ഏത് വസ്ത്രമാ ധരിച്ചിരിക്കുന്നത്. പൗരോഹിത്യത്തിന്റെ വസ്ത്രം ധരിച്ചവനോട് പുരോഹിതൻ മരിച്ചു പോകാതെ, അല്ലെ പൗരോഹിത്യം മരിച്ചു പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ താടി പിച്ചി പറിക്കരുത്, വസ്ത്രം കീറുകയും അരുത്. ഇനി ഏതെങ്കിലും ഒരു പുരോഹിതൻ ദേവാലയത്തിൽ വന്ന് ധൃതിക്ക് വസ്ത്രം മാറുന്ന കൂട്ടത്തിൽ, ഇതിട്ടുകൊണ്ട് വഴിയെ നടക്കാൻ ഒക്കത്തിൽ, ഇത് വിശുദ്ധ വസ്ത്രമാ, ദേവാലയത്തിൽ വെച്ച് വേണ്ടത് മാറാൻ. വിശുദ്ധ വസ്ത്രം ധരിക്കുന്ന കൂട്ടത്തിൽ ധൃതിക്ക് ഇതെടുത്ത് തലേക്കൂടെ വലിച്ചു കയറ്റി, എൻ്റെ ഉടുപ്പ് പോലെ ഫ്രണ്ടിൽ ബട്ടൺ ഉള്ളതല്ല, എൻ്റെ ബന്യം പോലെ നെയ്തെടുത്തതും തലേക്കൂടി ഇങ്ങോട്ട് ഇടുന്നതുമാണ് അന്നത്തെ വസ്ത്രം. ഇത് പെട്ടെന്ന് വലിച്ചിടുന്ന കൂട്ടത്തിൽ കീറിപ്പോകാതിരിക്കുവാൻ പുരോഹിതനിപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യത്തിന് 9:30 സർവീസാണ്, 9:25 ഇങ്ങോട്ട് ഓടി വന്നതെങ്കിൽ സൂത്രം വലിച്ചെടുത്ത് തലേക്കൂടി ഇങ്ങോട്ട് ഇടുന്ന കൂട്ടത്തിൽ പിടിക്കിങ്ങോട്ട് കയറ്റുമ്പോൾ കുറച്ച് നാളത് കീറിപ്പോവും. അത് വരാതിരിക്കുവാൻ വസ്ത്രത്തിന്റെ മുകളിലത്തെ തുമ്പിൽ തലകടക്കുവാനുള്ള ദ്വാരത്തിന് വട്ടത്തിൽ പൊന്നൂലുകൊണ്ട് തയ്ച്ച് ബലപ്പെടുത്തിയിരിക്കണം. ഇതാണ് പൗരോഹിത്യ വസ്ത്രത്തിന്റെ പ്രത്യേകത. പുറപ്പാട് പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഇങ്ങനെ പുരോഹിതൻ നീണ്ട വർഷങ്ങളായി സൂക്ഷിച്ചിരുന്ന അധികാരവസ്ത്രം ധരിച്ചുകൊണ്ട്, എൻ്റെ ഭാഷയിൽ പഴയ നിയമത്തിന്റെ ഒടുവിലത്തെ മഹാപുരോഹിതൻ നമ്മുടെ യേശുവിന്റെ മുമ്പിൽ വന്നു നിന്നു. യേശുവിനോടൊരു ചോദ്യം ചോദിച്ചു. തന്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവോ, ഞങ്ങളോട് പറക എന്ന് ഞാൻ നിന്നോട് ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിക്കുന്നു. യേശു ആണെങ്കിൽ രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ താഴ്ചയിൽ തനിക്ക് ന്യായം കിട്ടാത്തതിനാൽ വായടച്ചിരിക്കവെയാണ് ഈ ചോദ്യം ഉയരുന്നത്. ആ ഒറ്റ ചോദ്യത്തിന് യേശു മറുപടി പറഞ്ഞു, അതെ, ഞാൻ ആകുന്നു. ഓ ഗോഡ്! ഇതുവരെയും യേശു മിണ്ടിയിരുന്നില്ല. തൻ രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ വായ തുറക്കാതെ ഇരുന്നതിന്റെ നടുവിൽ പഴയ നിയമത്തിന്റെ മഹാപുരോഹിതൻ യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. ഔദ്യോഗിക വസ്ത്രം ധരിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവോ, ഞങ്ങളോട് പറക എന്ന് ഞാൻ ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു. ആ വാക്കിന് യേശു മറുപടി പറഞ്ഞു, ഞാനാകുന്നു, ഞാനാകുന്നു. ഇനിയും മനുഷ്യപുത്രൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നത് നീ കാണും, നിങ്ങൾ കാണും. വിശുദ്ധ ദൂതന്മാരുമായി മടങ്ങി വരുന്നത് നിങ്ങൾ കാണും. ഇത് കേൾക്കുകയും തിരുവചനം പറയുന്നു, മഹാപുരോഹിതൻ വസ്ത്രം കീറി. എന്റെ ഭാഷയിൽ 2 രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്താൽ പഴയ കാലങ്ങളിൽ തോറ്റ രാജാവിനെ ജയിച്ച രാജാവിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തും. എൻ്റെ മുമ്പിലിരിക്കുന്ന പുൾപിറ്റ് തൽക്കാലത്തേക്ക് ജയിച്ച രാജാവ് എന്നിരിക്കട്ടെ, ഞാൻ തോറ്റവനായി തൽക്കാലം അഭിനയിക്കട്ടെ. അഭിനയം മാത്രമാണ്, ഞാൻ തോറ്റതല്ല. ഞാൻ തോറ്റവനായി തൽക്കാലം അഭിനയിക്കട്ടെ. ജയിച്ച രാജാവിന്റെ മുമ്പിൽ തോറ്റ രാജാവിനെ കൊണ്ടു നിർത്തി. അവന്റെ തൊപ്പിയെടുത്ത് മാറ്റിവെച്ചു, അല്ലെങ്കിൽ കിരീടം എടുത്ത് മാറ്റിവെച്ചു. അവന് മുട്ടുകുത്തി
അവന്റെ കിരീടം അവന്റെ തലയിൽ നിന്ന് എടുത്തു മാറ്റി ജയിച്ച രാജാവ് പലപ്പോഴും തോറ്റ രാജാവിന്റെ തോളയിലോട്ട് കാലുകൊണ്ട് ചവിട്ടിത്താക്കും. സമ്മതിച്ചില്ലെങ്കിൽ തലവെട്ടിക്കളയും. ഇതാണ് പതിവ്. ഞാൻ തോറ്റുവെന്ന് ജയിച്ചവന്റെ മുമ്പിൽ സമ്മതിക്കുക. പഴയ നിയമത്തിന്റെ മഹാപുരോഹിതനെ ശ്രദ്ധിച്ചാലും യേശു തന്റെ വാ കൊണ്ട് പറഞ്ഞു, ഞാൻ നിത്യനിയമത്തിന്റെ മധ്യസ്ഥനാണ്, ഞാൻ നിത്യനായ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞാൽ പുതിയ നിയമ ഭാഷയിൽ ഞാൻ മഹാപുരോഹിതനാണ്. ഇത് കേൾക്കുകയും പഴയ നിയമ മഹാപുരോഹിതൻ ഒരൊറ്റ കീറി ഇനി ഈ വസ്ത്രം കൊണ്ട് നടന്നിട്ട് ആരെ കാണിക്കാനാ, ഇവിടം കൊണ്ട് ഇത് കഴിഞ്ഞു. മഹാപുരോഹിതൻ വസ്ത്രം കീറി. പഴയ നിയമത്തിന്റെ പൗരോഹിത്യത്തെക്കാൾ പുതിയ നിയമ പൗരോഹിത്യമാണ് ശ്രേഷ്ഠം. ഇതിനകത്ത് യേശുവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ഞാനും നിങ്ങളും ദൈവകൃപയിൽ നിൽക്കുന്നുവെങ്കിൽ, ആത്മാവിൽ നടക്കുന്നുവെങ്കിൽ നാം രാജകീയ പുരോഹിത വർഗമാണ്. നാം റോയൽ പ്രീസ്റ്റ്ഹുഡ്. ലേവി പൗരോഹിത്യമല്ല, ദൈവിക പൗരോഹിത്യം തരുവാൻ യു ആർ ദ റോയൽ പ്രീസ്റ്റ്. എബ്രായർ 7:20 മുതൽ 28 വരെയുള്ളത് പുതിയ നിയമ പൗരോഹിത്യം പഴയ നിയമ പൗരോഹിത്യത്തിനേക്കാൾ വലുത്. 8-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ കവനൻസ് ആൻഡ് പ്രോമിസസ്, വാഗ്ദത്തങ്ങളും കവനൻസ് നിയമങ്ങളും പഴയ നിയമ നിയമങ്ങളെക്കാൾ, പഴയ നിയമ വാഗ്ദത്തങ്ങളെക്കാൾ നമ്മുടെ വാഗ്ദത്തങ്ങളും നിയമങ്ങളുമാണ് വലിയത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രോമിസാണ് വലുത്. 9-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ പഴയ നിയമ യാഗത്തെക്കാൾ ക്രിസ്തുവിന്റെ യാഗമായ പുതിയ നിയമയാഗവും പുറകെ വരുന്നു. ഞാനും നിങ്ങളും നാൾതോറും നടത്തി വരുന്ന രക്ഷയിൽ തുടരേണ്ടതിനുള്ള യാഗങ്ങളും ശ്രേഷ്ഠമേറിയത്. ഒരു ക്ലൂ മാത്രം ഞാൻ ഇവിടെ ഇടുകയാണ്, പിന്നെ വിശദീകരിക്കും. പഴയ നിയമയാഗത്തെക്കാൾ പുതിയ നിയമയാഗമാണ് വലുത്. എന്താണ് പുതിയ നിയമയാഗം? 1, യേശു കാൽവറിയിൽ നടത്തിയ മഹത്വമേറിയത്. 2, ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ കുറവായത്. തന്റെ സഭയാം ശരീരത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തിൽ നാം വഹിക്കുന്ന നമ്മുടെ ത്യാഗപരമായ ജീവിതം. യാഗം മുറിവേൽക്കാതെ ഇല്ല, രക്തച്ചൊരിച്ചിലില്ലാതെ യാഗമില്ല. ആരാധന വില മുടക്കാതെ അസാധ്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ തൊട്ടിരുന്നു, 10 രൂപ 100 രൂപ ഈസിയായി എനിക്ക് സ്തോത്രകാഴ്ച ഇടാൻ കഴിയും. ഞാൻ അതിവിടെ സ്തോത്രകാഴ്ച ഇട്ടത് ഒരു യാഗപരമല്ല. എനിക്ക് മുറിവേൽക്കാതെ ഒരു യാഗമില്ല, രക്തച്ചൊരിച്ചിലില്ലാതെ യാഗം ഇല്ല, നൊമ്പരമില്ലാതെ യാഗമില്ല. ഈസിയായി ചെയ്യുവാൻ കഴിയുന്ന ഒന്ന് ചെയ്യുന്നതിനെ ആരാധന എന്ന് വിളിക്കുന്നില്ല. മുറിവേൽക്കുന്നതും മുറിവ് എടുക്കുന്നതുമായ ഒന്നാണ് ആരാധന. അതിന് ബലിയെന്ന് അറിയപ്പെടുന്നു. അതാണ് ദൈവകൃപ. അത് കൊടുക്കുവാൻ കഴിയുന്ന പുതിയ നിയമത്തിന്റെ ആരാധന, അതാണ് പഴയ നിയമയാഗത്തെക്കാൾ ശ്രേഷ്ഠം. അടുത്തത് പുതിയ നിയമത്തിലെ പൊസഷൻ, നമ്മുടെ അവകാശം പഴയ നിയമ അവകാശങ്ങളെക്കാൾ വലുത് 10:34 കാണുന്നു. വരുവാനിരിക്കുന്ന രാജ്യമോ പഴയ നിയമ സാമ്രാജ്യത്തെക്കാൾ, പലസ്തീൻ നാടിനേക്കാൾ പുതിയ നിയമം പ്രഖ്യാപിക്കുന്ന വിശ്വാസ നാട്, വാഗ്ദത്ത ഭൂമി, സ്വർഗമാണ് വലുത്. 11:16 കാണാം. ഏറ്റവും ഒടുവിൽ 11:35 പുതിയ നിയമത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഏറ്റവും ശ്രേഷ്ഠം. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് അടിസ്ഥാനത്തിലൂടെ മുകളിലോട്ട് കയറുകയാണ് എബ്രായ ലേഖനം. ആ എബ്രായ ലേഖനത്തിൽ പറഞ്ഞു, പിന്മാറുന്നുവെങ്കിൽ, ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ശേഷം പിന്മാറുന്നുവെങ്കിൽ ദൈവത്തിന് അവനിൽ പ്രസാദമേ ഇല്ല. ദൈവത്തിന് അവനിൽ പ്രസാദമില്ല. വിട്ടുപോയ ഭാര്യയോ വിട്ടുപോയ ഭർത്താവോ അന്യോന്യം പ്രസാദിപ്പിക്കുന്നവരല്ല. മിക്കവാറും അന്യോന്യം ശത്രുക്കളാ. അവർ പണ്ടൊരിക്കൽ ബന്ധപ്പെട്ടിരുന്നു, ഒരുമിച്ചായിരുന്നു. എന്നാൽ കാരണങ്ങൾ എന്തുമാകട്ടെ, പിരിഞ്ഞാൽ പിന്നവർ സ്വന്തക്കാരല്ല, പിന്നവർ ശത്രുക്കളാ. ഇക്കാര്യം മറക്കരുത്, ഇക്കാര്യം മറക്കരുത്. നാം നാശത്തിലേക്ക് പിന്മാറുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മിൽ പ്രസാദമില്ല. 10:39 ആ പദം ഒന്നുകൂടെ വായിച്ചാട്ടെ. 10:38 വായിച്ചു. 39 നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. അങ്ങനെയാണെങ്കിൽ നാശത്തിലേക്ക് പിന്മാറുന്ന കുറെ പേരുണ്ട്. മനസ്സിലായോ? ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ തിരിച്ചു പോകാൻ ഒക്കുമോ? അയ്യടാ, അല്ലെ പിന്നെ പുസ്തകമെല്ലാം കള്ളമാന്ന് വരും. എബ്രായർ 10:39 തീർത്തു പറഞ്ഞു, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല. ഇന്നെന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല. പിന്മാറുന്നുവെങ്കിൽ നാശത്തിലാ. ഒത്തിരി പ്രാവശ്യം ഓർപ്പിച്ച ഒരു കാര്യം, പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ച സാറുമാരിൽ ചിലർ, എനിക്ക് നല്ല സാറുമാരുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു കോട്ടയത്തെ മീനടം സ്വദേശിയായ നാരായണൻ നായർ എന്ന് പറയുന്ന ഒരു മലയാളം പഠിപ്പിച്ച ഒരു സാറ് എൻ്റെ സ്കൂളിൽ.
12-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിനെ തുടർന്ന് മാർ ഗീഗോറിയോസ് ഡയോസേഷൻ സ്കൂളിലായിരുന്ന എനിക്ക് അധ്യാപകരിൽ നിന്ന് വല്ലാത്ത പ്രതിസന്ധികൾ ഉണ്ടായി. എങ്ങനെ തിരിച്ചു കൊണ്ടുപോകുമെന്ന ഉറപ്പോടും തീരുമാനത്തോടും കൂടെ അവരെല്ലാം ചെയ്യാൻ തുടങ്ങി. ഓരോ സാറിനും അടിക്കാവുന്നതിൻ്റെ പരമാവധി എത്രയാണെന്ന് എൻ്റെ മണ്ടയ്ക്ക് അവർ പരീക്ഷിച്ചത്. 2-3 ഇടത്തൂടെ പൊട്ടി രക്തമൊലിച്ചുകൊണ്ടാണ് പലപ്പോഴും ഞാൻ വീട്ടിൽ ചെന്നത്. കിട്ടിയ വടി കൊണ്ടൊക്കെ അടിക്കുകയും മോണിറ്റർമാരെ വിട്ട് വടി വെട്ടിക്കുകയും സാറുമാരുടെ പതിവായിരുന്നു. നാരായണൻ നായർ സാർ ഇതെല്ലാം കണ്ടുകൊണ്ട് നിശ്ചലനായി നിന്നു. അതിൽ കവിഞ്ഞൊന്നും ചെയ്യാനൊക്കത്തില്ല. അന്ന് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ആകെ 2 അക്രൈസ്തവ ടീച്ചേഴ്സേ ഉള്ളായിരുന്നു. ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ പെടാത്ത 2 ടീച്ചേഴ്സേ ഉള്ളായിരുന്നു. ഒന്നൊരു കുറുപ്പ് സാറും മറ്റേത് ഈ നാരായണൻ നായർ സാറുമായിരുന്നു. ഒരു ദിവസം നാരായണൻ നായർ സാറ് എന്നെ തൻ്റെ റൂമിലോട്ട് വിളിപ്പിച്ചു. ടീച്ചേഴ്സ് റൂമിലോട്ട് ആരും കാണാതെ വിളിപ്പിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞ, മേവറീസേ, ഞാൻ ഇതൊക്കെ കണ്ട് കരയുകടാ, ഞാനിതൊക്കെ കണ്ട് കരയുക. ആ വാചകങ്ങൾ ശ്രദ്ധിച്ചാലും നിന്നെ ഇവർ ഇതുപോലെ ഉപദ്രവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ എന്തോ ചെയ്യാനാ? ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷെ ഞാൻ നിനക്കൊരു ഗുണദോഷം പറഞ്ഞു തരാം. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. എൻ്റെ വാക്യം ഏതാ? നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. എന്നെ മലയാളം പഠിപ്പിച്ച നാരായണൻ നായർ സാറിൻ്റെ ഒരു ഗുണദോഷം. അദ്ദേഹം എന്നോട് പറഞ്ഞു, വർഗീസേ, ഈ നാട്ടിൽ നീ ഒറ്റ പെന്തക്കോസുകാരനേ ഉള്ളൂ. ഇവരാരും പെന്തക്കോസുകാരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും വിരോധം പെന്തക്കോസുകാരോട്. എടാ, ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നയാളാണ്. അവിടെ പെന്തക്കോസുകാരുണ്ട്. ഞാൻ പെന്തക്കോസുകാരെ കണ്ടിട്ടുണ്ട്. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. നശിച്ചു കിടന്ന പലതും ഈ മാർഗത്തിൽ വന്ന് നന്നാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത പദം, വർഗീസേ, ഇതിനകത്ത് വന്നേച്ച് തിരിച്ചു പോയതിൽ ഗുണം പിടിച്ചത് ഒന്നിനെ കണ്ടിട്ടില്ല. വർഗീസേ, ഇതിനകത്ത് വന്നേച്ച് തിരിച്ചു പോയതിൽ ഗുണം പിടിച്ച ഒന്നിനെ ഞാൻ കണ്ടിട്ടില്ല. നീ വന്നത് നല്ലത്. നിനക്ക് ഇഷ്ടം പോലെ പ്രതിസന്ധി ഉണ്ട്. തിരിച്ചു പോകല്ല്. നാമോ, അത് നാരായണൻ നായർ സാറിന്റെ വാക്ക്. പരിശുദ്ധാത്മാവ് പറയുന്നത് നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. ഇന്ന് പകല ഉറപ്പുള്ളവര് കൈ ഉയർത്തി എന്ന് പറയാമോ? ഞാനോ, ആവർത്തിച്ചോ, ഞാനോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. എന്തിനാ നാം വിശ്വസിച്ചത്? ജീവരക്ഷയ്ക്ക് വേണ്ടിയാ. പക്ഷെ ഞാനിത് പ്രാപിക്കണം. ഇതിനിടയ്ക്കൊരു സ്ട്രൈവ് ഉണ്ട്, ഒരു സ്ട്രഗിൾ ഉണ്ട്, ഇതിനിടയ്ക്കൊരു ദീർഘയാത്രയുണ്ട്. ഞാനിത് പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാ. രക്ഷ നിശ്ചയമാണ്. ദൈവം എനിക്ക് തന്നതാണ്. എന്റെ ഭാഗം. ഞാൻ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കും. ഞാൻ ആ പദത്തിൽ വന്ന് നിർത്തത്തുള്ളൂ. ഞാനിത് പ്രാപിച്ചിരിക്കും. 12-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യം ദയവായി ഒന്ന് പെട്ടെന്ന് വായിക്കാമോ കുഞ്ഞുങ്ങളെ? ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി. അത് ഞാൻ ഓടിച്ചു വായിക്കാനാ പറഞ്ഞത്. ഐ എം റിയലി സോറി. അത് ശരിക്കും വായിക്കണം, കാര്യം അത്യാവശ്യമാണ്. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയോ. നാം രക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാ? കൃപ കൊണ്ടാ ആണല്ലോ. ആരും പണം കൊടുത്തിട്ടല്ല. ഇവിടെ ഇരിക്കുന്ന ആരുടെ ഒന്നും കൊണ്ടല്ല. നാം രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ കൃപ കൊണ്ടാ. ഓ ഗോഡ്, ദൈവത്തിന്റെ കൃപ കൊണ്ടാ നാം രക്ഷിക്കപ്പെട്ടത്. ദൈവത്തിന്റെ കൃപ കൊണ്ടാ നാം രക്ഷിക്കപ്പെട്ടത്. ദൈവത്തിന്റെ കൃപ കൊണ്ടാ. ഒന്നുകൂടെ വായിച്ചാട്ടിനിയും. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും. അങ്ങനെയാണ് ദൈവകൃപ വിട്ടേച്ച് നമുക്ക് വേണേ പിന്മാറാം. ഒന്ന്, ദൈവകൃപയെ അംഗീകരിക്കാതിരിക്കാൻ കഴിയുമായിരുന്നു. നമ്മൾ അംഗീകരിച്ചു. അങ്ങനെയാണല്ലോ യേശുവിനെ ഏറ്റു പറഞ്ഞത്. 2, ദൈവകൃപ വിട്ട് പിന്മാറാൻ കഴിയും. പക്ഷെ നാം വിട്ട് പിന്മാറരുത്. എടുത്തു വെച്ച കാല് മുന്നോട്ടേ ആകാവൂ. എൻ്റെ യേശു പറഞ്ഞു, കലപ്പയ്ക്ക് കൈ കൊടുത്തേച്ച് പുറകോട്ട് നോക്കരുത്. ഒരിക്കൽ മുന്നോട്ടെടുത്ത് വെച്ച സ്റ്റെപ്പ് വേണേ പുറകോട്ട് എടുക്കാം. ഞാൻ എടുക്കത്തില്ല. കലപ്പയ്ക്ക് കൈവച്ചേച്ച് വേണേ പുറകോട്ട് തിരിഞ്ഞു നോക്കാം. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ സാധ്യത ഉണ്ടായിരുന്നു. വിട്ടുപോകുന്നിടത്തോട്ട് വേണമെങ്കിൽ മടങ്ങിപ്പോകാം. പക്ഷെ നമുക്കത് വരരുത്. ഇതിന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നാം അത് അനുവദിക്കരുത്. ഈ വാക്യത്തിന് ഒരെണ്ണം കള്ളമാണ് എന്നോട് പറ. ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഇന്ന വാക്യം കള്ളമാണെന്ന് പറ. ഇത് കള്ളമല്ല, ഞാനിത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇതിന്റെ അകത്തോട്ട് നമ്മൾ കയറുകയാ. വായിച്ചാട്ടെ. വല്ല കൈപ്പുള്ള വേരും മുളച്ച്. പിന്മാറിയാലത്തെ പെശക് കൈപ്പുള്ള വേര് മുളയ്ക്കും. ദൈവമേ, അനുഭവത്തിൽ എന്ന് പറയുക. എനിക്ക് തോന്നുന്നു എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ സാധാരണക്കാരേക്കാൾ ഒട്ടും താഴെ അല്ലാത്ത
ഒരു മെൻ്റൽ കപ്പാസിറ്റി കൃപയാൽ എനിക്കുണ്ടായിരുന്നു. എവിടെ മുതൽ എവിടം വരെ പോകണമെന്ന് അറിയാൻ വയ്യ. എൻ്റെ മൂത്ത മകൻ സുനിൽ ഉണ്ടായി എന്നെനിക്ക് ഒരു ടെലഗ്രാം കിട്ടുമ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ലാംഗ്വേജ് മനസ്സിലാകുന്നവർക്ക് മാത്രം മനസ്സിലാകും. ഞാൻ റൂം നമ്പർ 11 ആൻറ്റി നാഷണൽ ആക്ടിവിറ്റിക്ക് വേണ്ടി പിടിക്കപ്പെട്ടവരെ വെടിവെച്ച് കൊല്ലുന്നതിന് മുന്നമേ ഫൈനൽ ട്രയലിന് കൊണ്ടിടുന്ന സ്ഥലം അണ്ടർ സസ്പിഷൻ. ഒരു വല്ലാത്ത കേസിൽ ഞാനും കുടുങ്ങി. കാര്യം ഒരുത്തൻ്റെ മുമ്പിൽ ശുശ്രൂഷ ഉണ്ടെന്ന് കണ്ടാൽ പിശാചി ചെറുതുകൊണ്ടല്ല അവനെ ശോധന ചെയ്യുന്നത്, സകലതും കൊണ്ടും ചെയ്യും. റൂം നമ്പർ 11 നിന്ന് രക്ഷപ്പെട്ട ചുരുക്കം വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. അധികം പേര് രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ അതിനകത്ത് കിടക്കുക. എൻ്റെ മനസ്സിനെ അത് ബാധിച്ചിട്ടില്ല. എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് കുറഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കറുകച്ചാലിൽ നിന്ന് മല്ലപ്പള്ളിക്ക് പോകുമ്പോൾ കറുകച്ചാൽ മല്ലപ്പള്ളി റൂട്ടിൽ ഇടത്തുവശത്ത് മാറി ഒരു വീട് കാണണം, എയർ മാർഷൽ ജോസഫ് എന്നെഴുതിയ ഒരു വീട് കാണണം. സാറ് മരിച്ചു എന്നാണ് ഞാൻ കേട്ടത്. ഞാൻ ഒരിക്കലും ആ ഡിറക്ഷനിൽ അത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എപ്പോഴും മല്ലപ്പള്ളിയിൽ നിന്ന് വടിക്കോൾ ചങ്ങനാശ്ശേരിക്ക് മല്ലപ്പള്ളിയിൽ നിന്ന് എവിടെ ഇപ്പം ഞാൻ പറഞ്ഞത് കറുകച്ചാലിന് പോകുന്ന കൂട്ടത്തിൽ റൈറ്റ് സൈഡിൽ വീട് കാണും. ഞാൻ സാധാരണ നോക്കും, എല്ലാ പ്രാവശ്യവും കാണാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ യാത്രയെ തിരിച്ചാൽ, അതുകൊണ്ട് എനിക്ക് ആ വീട് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല. ആ ബോർഡ് ഇവിടുന്ന് മാറ്റിയതാണോ വീട് മാറിയതാണോ ഐ ഡോണ്ട് നോ. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഞാനൊരു കാര്യം ഓർക്കുമായിരുന്നു. റൂം നമ്പർ 11 നിന്ന് ഞാൻ വെളിയിൽ വരുമ്പോൾ എനിക്ക് വേണ്ടി ഒരു ഹൈ ലെവൽ എൻക്വയറി ഗവൺമെൻറ് ഓർഡർ ചെയ്തു. അന്ന് എൻ്റെ സ്റ്റാറ്റസ് റാങ്ക് ഇന്ത്യൻ എയർഫോഴ്സിലെ ലോവസ്റ്റിൽ ഒന്നാ. അന്ന് ഒരു എയർ കമാൻഡർ എന്നൊക്കെ പറഞ്ഞാൽ പദം ഈ സ്റ്റേജിൽ നിന്ന് പറയുന്നത് ക്ഷമിക്കണേ, വി കോൾ ഇം മോർ ദാൻ ഗോഡ് ഓൾ മൈറ്റി. എയർഫോഴ്സുകാർ അദ്ദേഹത്തെ ദൈവത്തെക്കാൾ വലുതായിട്ടാണ് കാണുന്നത്. ദാറ്റ് പവർഫുൾ. അദ്ദേഹമാണ് എൻ്റെ ഫൈനൽ എൻക്വയറി കണ്ടക്ട് ചെയ്യുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്. ആ ഒറ്റ കാരണത്താൽ വിറച്ചുകൊണ്ടാണ് ഞാൻ അന്ന് അദ്ദേഹത്തെ കണ്ട്. പിന്നെ പേര് കാണുമ്പോൾ എനിക്ക് വിറയിലുണ്ടാകുമായിരുന്നു, പേര് വഴിയറമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടതാ. എന്നാൽ അന്നും എൻ്റെ മാനസിക നിലവാരം മാറിയിരുന്നില്ല. നെവർ. ഐ വാസ് സ്ട്രോങ് ഇനഫ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വിശ്വാസത്തിന് വീഴ്ച വന്നില്ല. ദൈവകൃപയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു. എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ വന്ന് താമസം തുടങ്ങിയതിൻ്റെ 18ാമത്തെ ദിവസമാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പിതാവ് ഏറ്റവും കുറഞ്ഞത് പെന്തക്കോസ്തുകാരോട് ഭയങ്കര അലർജിയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയെ താമസിപ്പിക്കുന്നത് എളുപ്പമല്ല. ഞങ്ങൾ വിവാഹിതരായി 18ാമത്തെ ബാംഗ്ലൂരിൽ താമസം ആരംഭിച്ചു. മത്തിക്കരെ ഒരു വീടിനകത്തെ ഒരു മുറിക്കകത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അവരുടെ കൂടെ സബ് ഷെയറിംഗ് എന്ന് പറയാം. അങ്ങനെയാണ് താമസിച്ചത്. 18ാമത്തെ ദിവസമാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ ഒരു ട്രെയിനിങ്ങിലാണ്. അന്ന് ട്രെയിനിങ് ക്ലാസ് കോൾ ഓഫ് ചെയ്തുകൊണ്ട് എല്ലാവരും കൂടെ പരേഡ് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങാൻ പറഞ്ഞു. എല്ലാവരും കൂടെ പരേഡ് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി. സീനിയർ ഓഫീസേഴ്സ് 1-2 പേര് വന്ന്, ടു ബിഗ് പീപ്പിൾ, ടു ബിഗ്, ഇങ്ങോട്ട് വന്നേച്ച് പറഞ്ഞു ജയ് ഹിന്ദ് എല്ലാവരും വിളിക്കാൻ പറഞ്ഞു. ഓ ഭാരതമാതാക്കി ജയ് വിളിക്കാൻ പറഞ്ഞു. എല്ലാവരും കൂടെ ചേർന്ന് ഭാരതമാതാക്കി ജയ് വിളിക്കുമ്പോൾ പറഞ്ഞു, ഇന്നു മുതൽ നമ്മുടെ ട്രെയിനിങ് സീസ് ചെയ്തിരിക്കുന്നു. നമ്മുടെ രാജ്യം പാകിസ്ഥാനുമായി യുദ്ധം പ്രഖ്യാപിച്ചു. നിങ്ങൾ നേരെ യുദ്ധക്കളത്തിലോട്ട് പോവുക. വാ. ഞാൻ പൊട്ടിപ്പോയി. എടാ ഇനി എന്നെ ചെയ്യുക. 15 മിനിറ്റ്സ് വീട്ടിൽ പോയി അത്യാവശ്യമുള്ള തുണി എടുത്തുകൊണ്ട് പോരാൻ പറഞ്ഞു. വീട്ടിലെൻ്റെ തുണി പെറുക്കാൻ വരുമ്പോൾ ഭാര്യയോട് യാത്ര പറയാൻ എനിക്ക് പ്രയാസമായിരുന്നു. പൊട്ടിക്കരഞ്ഞു. കല്യാണം കഴിഞ്ഞ് 18 ദിവസം ഞങ്ങൾ താമസിച്ചുള്ളൂ. അന്ന് എൻ്റെ ഭാര്യ എന്നെ സമാധാനിപ്പിച്ചത് ഓർമ്മയുണ്ട്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല, പോയിച്ചു വരാൻ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ അങ്ങ് അകത്തോട്ട് കയറിയെന്നേ. അന്നും സമനില തെറ്റാതെ സൂക്ഷിക്കുവാൻ കർത്താവ് കൃപ തന്നു. എന്നാൽ എൻ്റെ കൈ കൊണ്ട് വളർത്തിക്കൊണ്ട് വന്ന കുഞ്ഞുങ്ങൾ പാസ്റ്റേ മുന്നിലത്തെ കഥയിൽ കൂടെ തൊഴിച്ചിറക്കി വിട്ടാൽ പുറകിലത്തെ കഥയിൽ കൂടെ ഞാൻ തിരിച്ചിവിടെ കയറും. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിനോ ദൈവസഭയ്ക്കോ നിങ്ങൾക്കോ വിരോധമായി ഒന്നും ഉണ്ടാകയില്ലെന്ന് പറഞ്ഞവർ അവിടെ കൊണ്ട് നിർത്താൻ താല്പര്യപ്പെടുകയാ. അറസ്റ്റ് വാറണ്ടുകൾക്ക് ട്രൈ ചെയ്യുമ്പോൾ എൻ്റെയും സമനില തെറ്റി. ആരെങ്കിലും ദൈവകൃപ വിട്ട് പിന്മാറിയാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് കൈപ്പുള്ളവേരാ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചു. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയോ വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി നിൽക്കട്ടെ. ആരെങ്കിലും ദൈവകൃപ വിട്ട് പിന്മാറിയാൽ എന്തുകൊണ്ട് ഞാനും നിങ്ങളും ദൈവകൃപ വിട്ട് പിന്മാറുവാൻ പിശാചി നമ്മളെ പ്രേരിപ്പിക്കും. അവൻ ഇവിടെ ചില വിത്തിടാനുണ്ട്. ആരെങ്കിലും ഒരാൾ ദൈവകൃപ വിട്ട് പിന്മാറിയാൽ കൈപ്പുള്ള വേര് മുളപ്പിക്കുവാൻ പിശാചിന് കഴിയും. കൈപ്പുള്ള വേര് മുളച്ചാൽ അനേകർ മലിനപ്പെടും. വായിച്ചോ കുഞ്ഞേ, ഇതാവട്ടെ. കൈപ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ അനേകർ മലിനപ്പെടും. എങ്ങനൊക്കെയാണ് മലിനപ്പെടുന്നത്? ചിലർ ദുർനടപ്പുകാരാകും. പിന്നെ
ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളയുവാൻ തൽക്കാലത്തേക്ക് എനിക്കൊരു ഊണ്, അതിനുവേണ്ടി എന്റെ ജന്മാവകാശം വിട്ടുകളയാം എന്ന് പറഞ്ഞ് എനിക്ക് പണ്ടുണ്ടായിരുന്നതിനെ നിഷേധിക്കുകയോ, പിന്നെ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയോ ചെയ്യാതിരിപ്പാൻ കരുതി അവരെ അഭക്തരായി മാറും, ഭക്തി അങ്ങ് മാറും. പിന്നെ ആള് വേറെയാ, അല്ലേലിയ പറഞ്ഞെന്ന് വരും, മറുഭാഷ ആവർത്തിച്ചെന്ന് വരും. ഇതൊക്കെ വ്യാജ വാക്കുകളാണ്, അതിനകത്ത് അർത്ഥമില്ല. കാര്യം ഇവൻ ദൈവകൃപ വിട്ട് പിന്മാറി. പിന്മാറ്റം സാധ്യമാണ്, അത് നിങ്ങൾക്കുണ്ടാകരുത്. പിന്മാറ്റം സാധ്യമാണ്, അത് നിങ്ങൾക്കുണ്ടാകരുത്. 10-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം, 10:26. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ. ഒന്ന് ശ്രദ്ധിച്ചോണേ, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, രക്ഷ, സ്നാനം, ഇതുപോലുള്ള കുറെ ഫണ്ടമെന്റൽ ബൈബിൾ സ്റ്റഡി, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ, തെറ്റാണെന്ന് അറിയാം, പക്ഷെ തൽക്കാലം ചെയ്യാൻ പോകാ. ഇതല്ല വേണ്ടതെന്ന് അറിയാം, പക്ഷെ തൽക്കാലം ചെയ്യാൻ പോകുകയാ. മനഃപൂർവ്വം പാപം ചെയ്താൽ, വായിച്ചോ, പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ, ഇനിയൊരു യാഗം ഇല്ല, പകരം ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. ഇനിയും ക്രോധാഗ്നിയും ന്യായവിധിയുമേ ബാക്കിയുള്ളൂ. രക്ഷിക്കപ്പെട്ടവൻ നഷ്ടപ്പെടുവോ? ഇല്ല. എബ്രാഹിം ലേഖനം കള്ളോ? നഷ്ടപ്പെടത്തില്ല, രക്ഷ നഷ്ടപ്പെടത്തില്ല, ഞാൻ രക്ഷയെന്ന് നഷ്ടപ്പെടുകയുള്ളൂ. മുകളിലോട്ട് പിടിച്ചു കയറുവാൻ വണ്ണമുള്ള ഒരു വലിയ വടം കെട്ടിത്തൂക്കിയേച്ച് ധൈര്യമായി കയറിക്കോ, വീഴത്തില്ല, താഴെ പോകത്തില്ല, കയറിക്കോ എന്ന് എന്നോട് പറഞ്ഞാൽ കൈവിട്ടാൽ താഴെ പോകത്തില്ലെന്നല്ല, വടം പൊട്ടി താഴെ പോകത്തില്ലെന്ന് അർത്ഥമുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? മുകളിലോട്ട് കയറുവാൻ ഒരു വലിയ വടം കെട്ടിത്തൂക്കി, എന്നിട്ട് എന്നോട് പറഞ്ഞ് വലിഞ്ഞ് കയറ് വർഗീസേ, 1ാം സമ്മാനം കിട്ടും, കയറ്. അയ്യോ, താഴെ പോയാലോ? പോകത്തില്ല, കയറ്. പോകത്തില്ല, കയറ്. അതിന്റെ അർത്ഥം ഞാൻ കൈവിട്ടാൽ താഴെ പോകത്തില്ലെന്നല്ല, വടം പൊട്ടിപ്പോകത്തില്ലെന്നേ ഉള്ളൂ. രക്ഷ നിത്യമാണ്, രക്ഷകനും നിത്യമാണ്. ഞാൻ അനുസരിച്ച് നിന്നാൽ ഞാൻ മേളി വരെ കയറും. ഹല്ലേലൂയ. ഞാനിടയ്ക്ക് കൈവിട്ടാൽ തിരുവചനം അതില് എന്തു പറയുന്നു? മനഃപൂർവ്വം പാപം ചെയ്താൽ, എന്നെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട്, ഞാൻ ചെയ്യുന്ന തെറ്റെന്ന് എനിക്കറിയാം, ഞാനിത് ചെയ്യാൻ പാടില്ലെന്ന് എനിക്കറിയാം, അറിഞ്ഞും കൊണ്ട് പാപം ചെയ്താൽ ന്യായവിധിയും തീയുമേ മിച്ചമുള്ളൂ, വേറൊന്നുമില്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി കൃഷിക്ക് അനുയുക്തമായ ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ ചുട്ടുകളകയാണ് അതിന്റെ അവസാനം. മുള്ളും പറക്കാരെയും മുളപ്പിച്ചാൽ മുള്ളിന് തീ വെക്കുക അല്ലാതെ മാർഗമില്ല, വേറെ യാതൊരു മാർഗവും അതിനില്ല. 10-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം വായിക്കാം. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. അത് നോർത്തോടെ, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ്, അത് പ്രസാദകരമല്ല. ഞാൻ എന്തോ പറഞ്ഞു വന്നത്? രക്ഷ ദൈവത്തിന്റെ ദാനം, രക്ഷ വിശ്വാസത്താൽ, രക്ഷ പ്രവൃത്തിയാലല്ല, രക്ഷ സ്ഥിരമാണ്, നിത്യമാണ്, ദൈവം തന്നതാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം മനഃപൂർവ്വം പാപം ചെയ്യാൻ പോകാതെ അതിനകത്ത് നിൽക്കുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാണ് എന്നാണ് ഇത്രയും നേരം എടുത്തുകൊണ്ടിരുന്നത്. ഇനിയും 2 പത്രോസ് 2:20. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോയി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയിൽ ആശ്രയിച്ച നാം, ലോകത്തിന്റെ മോഹങ്ങൾ വിട്ടോടിയ നാം പിന്മാറി വീണ്ടും അതിൽ കുടുങ്ങിപ്പോയാൽ, സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, നാം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഒന്ന് ശോധന ചെയ്യണം. ഞാൻ എന്തിന് ഇറങ്ങി, എൻ്റെ ലക്ഷ്യമെന്ന്. ഇന്ത്യയിൽ പണ്ടൊരാള് സന്യസിക്കാൻ തീരുമാനിച്ചു എന്ന് ഞാൻ കേട്ടു. കഥയാ. സന്യസിക്കാൻ തീരുമാനിച്ചു. സന്യസിക്കുക എന്ന് പറഞ്ഞാൽ അവിവാഹിതനായി പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചു, അതിൻ്റെ ഒരർത്ഥം അങ്ങനെ തീരുമാനിച്ചു. അപ്പം നാട്ടിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് അങ്ങോട്ട് ഏകാഗ്രത കിട്ടുന്നില്ല. അതുകൊണ്ട് ആരാണ്ട് പറഞ്ഞു, ഹിമാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ അറിയുന്നവരാരും വരത്തില്ല, ഭയങ്കര ഏകാഗ്രതയാണ്. വാൽമീകിയൊക്കെ പോയതല്ലേ. അപ്പോൾ ഈ പുള്ളി ഹിമാലയത്തിൽ പോയി. അവിടെ ചെന്ന് ഇയാളുടെ പ്രാർത്ഥനയും ഗൗരവവും ഒക്കെ വർദ്ധിച്ചതോടെ ആരൊക്കെയോ വന്ന് ഇദ്ദേഹത്തിന് സമ്മാനങ്ങൾ കൊണ്ട് കൊടുത്തു. സന്യാസിക്ക് എന്നാ സമ്മാനം കൊടുക്കാനാ? ആപ്പിളും ഓറഞ്ചും, അല്ല പിന്നെ സമ്മാനം കൊടുക്കുക. ഇയാൾക്ക് വീട് വേണ്ട,
ഇയാൾക്ക് കാശ് വേണ്ട, ഇയാൾ സന്യസിക്കല്ലേ, പിന്നെ എടുക്കാൻ മേ ബി കാവ്യ വസ്ത്രം വേണമായിരിക്കാം, കൂടുതൽ വേണ്ടത് ആപ്പിളും ഒക്കെയാണ്. അങ്ങനെ ഭക്ഷണത്തിന് ആപ്പിൾ കൊണ്ട് കൊടുത്തു. ഇടാ അവിടെ ഒരു ചുണ്ടനെല്ലി സന്യാസിയുടെ പുറകെയാണ്. കാര്യം ആളുകൾ കൊണ്ട് ആപ്പിൾ കൊടുത്തു വെച്ചോ, ഇയാൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ചുണ്ടനെലി എല്ലാത്തേന്ന് ഇച്ചിരി തിന്നുണ്ട്. ഇയാൾക്ക് അങ്ങ് ആരിശം വന്നു. ഇവിടെ ഈ അഴുക്കേലി ഓടിച്ചാലും ഇത് പോകില്ല. പുള്ളി ഓടിച്ചു പിന്നെ കണ്ണടയ്ക്കുമ്പോൾ എലി വന്ന് അടുത്ത ആപ്പിൾ കടിക്കും. അന്നേരം താരണ്ട് അടുത്ത ആപ്പിളും കൊണ്ടെന്ന് വെച്ചാൽ അയ്യോ സന്യാസിലെ ആപ്പിളല്ലേ എലി കൊണ്ടുപോയാലും. പുള്ളി പറഞ്ഞ് എന്ത് ചെയ്യാൻ, ഓടിച്ചിട്ടെങ്കിൽ എലി പോകുന്നില്ല. അയ്യോ അതിനൊരു പരിപാടിയുണ്ട്, ഒരു പൂച്ച വളർത്തിയാൽ മതി എന്ന് പറഞ്ഞു. പുള്ളി ഒരു പൂച്ചയെ കൊണ്ട് കൊടുത്തു. ഇങ്ങനെ പൂച്ച വളർത്താൻ തുടങ്ങി. പക്ഷെ പൂച്ച ആപ്പിൾ തിന്നുകയല്ലോ, പൂച്ചയ്ക്ക് പാല് വേണം. പൂച്ച മിയാവൂ മിയാവൂ എന്ന് പറഞ്ഞ് സന്യാസിയുടെ പുറകെ. അതിങ്ങനെ നമുക്കറിയാമല്ലോ, കൊച്ചു പൂച്ച വളർത്തുന്നവർക്കറിയാം. അതിങ്ങനെ വയ്യ വിളിക്കാൻ തുടങ്ങി, സന്യാസി പാല്. അപ്പോൾ പിന്നെ പൂച്ച കൊടുത്താൽ വന്നപ്പോൾ സന്യാസി വെച്ചാൽ ഇതിനിപ്പോൾ എന്താ പൂച്ച തന്നെ ആളുന്നു, എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. പുള്ളി പറഞ്ഞു അതിനൊരു ആടിനെ വളർത്തിയാൽ മതി, ഇല്ല ഒരു പശു. അപ്പോൾ ആടിനെയും പശുവിനെയും ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഇതിന് പുല്ല് പറിക്കാൻ ആളില്ല. ആരാണ്ട് പറഞ്ഞു കല്യാണം കഴിച്ചാൽ മതി, ഭാര്യ ഇതെല്ലാം ചെയ്തോളൂ എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ സന്യസിക്കാൻ പോയ പുള്ളി കുടുംബജീവിതം നയിച്ചു എന്നാണ് കേൾക്കുന്നത്. എന്നാൽ പിന്നെ നാട്ടിലായിരുന്നോടൂ, ഞാൻ എന്തിന് ഇറങ്ങി? ഓ ഗാഡ്, എൻ്റെ ലക്ഷ്യം എന്തുവാ? വാട്ട്സ് മൈ പർപ്പസ്? രണ്ട്, ഇതിനകത്തിരിക്കുന്ന വിവരമുള്ളവരാ എൻ്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ പേരും, ഓൾ അറൗണ്ട് എല്ലാവരും. നിങ്ങളൊന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ ലക്ഷ്യമെന്ത്? ക്രിസ്ത്യാനിത്വം ആരംഭിച്ചതെന്തിന്? ക്രിസ്തു ഇവിടെ വന്നതെന്തിന്? ഞാൻ രക്ഷിക്കപ്പെട്ടതെന്തിന്? രണ്ട്, അത് അച്ചീവ് ചെയ്യാൻ ഞാൻ എടുക്കുന്ന മെത്തേഡ് എന്ത്? യു നീഡ് ടു ഹാവ് എ റൈറ്റ് പർപ്പസ് ആൻഡ് എ റൈറ്റ് മെത്തേഡ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ചേ പോകാവൂ. റോങ് മെത്തേഡ് റൈറ്റ് പർപ്പസിന് കൊള്ളത്തില്ല, റോങ് പർപ്പസ് റൈറ്റ് മെത്തേഡിൽ എത്തത്തുമില്ല. ഇത് രണ്ടും ഒന്ന് ഓർത്തോണം. മൈ മെത്തേഡ് ആൻഡ് മൈ പർപ്പസ് നീഡ് ടു ബി ട്രൂ. അത് ഇടയ്ക്കിടയ്ക്ക് ക്രോസ് എക്സാമിൻ ചെയ്യുന്നവർക്കായി സ്തോത്രം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും, ഞാൻ ബാംഗ്ലൂരിൽ വന്നത് എന്തിന്? ഞാൻ ഈ സഭയ്ക്കകത്ത് കയറിയത് എന്തിന്? ഇതിന്റെ ഉദ്ദേശം എന്തുവാ? കർത്താവേ, ഞാൻ അവിടുന്ന് മാറുന്നുണ്ടെങ്കിൽ ഹിയർ ആം ഐ കറക്റ്റിംഗ്. ഞാനിതാ മടങ്ങി വരികയാ. ഇന്നതൊന്ന് നോക്കുവാൻ തീരുമാനിക്കുന്നവർക്കായി സ്തോത്രം. നാം എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചു? നാം എന്തിനു വേണ്ടി തീരുമാനിച്ചു? ഈ ലോകത്തിന്റെ മോഹവും പ്രപഞ്ചമോഹം വർജിച്ചവർ. ഒന്നുകൂടെ വായിച്ചാട്ടെ അതേ വാക്യം, പത്രോസ് 2:20. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ നാം പിന്നെ അതിൽ വീണ്ടും കുടുങ്ങി. കുടുക്കാനൊരു ശക്തി പുറകിലുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുമുണ്ട്. അതിൽ വീണ്ടും കുടുങ്ങി. തോറ്റുപോയാൽ കുടുങ്ങിയെങ്കിൽ നിങ്ങൾ തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോയി. മോനെ പൊന്നി യൂദാ, നീ യേശുവിന്റെ കൂടെ കൂടാതിരുന്നിരുന്നെങ്കിൽ സാധാരണക്കാരനെ പോലെ പോകാതിരുന്നടാ. വളഞ്ഞ് കൊടല് പൊട്ടിത്തെറിക്കേണ്ട ഇല്ലായിരുന്നു. ഇന്നിറങ്ങി തിരിച്ച ദൈവമക്കൾ പുതിയ സ്ഥിതി, ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളാകാതിരിക്കുവാൻ കൃപയിൽ നിൽക്കട്ടെ. അതിന്റെ 1-ാം വാക്യം വായിച്ച 2:1. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. പഴയ നിയമത്തിൽ ജനത്തിന്റെ ഇടയിൽ കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റു, ജനത്തെ തെറ്റിച്ചു. ഇതുപോലെ ദുരുപദേശം പറയുന്നവർ നിങ്ങളുടെ നടുവിലും എഴുന്നേൽക്കും. 2-ാം വാക്യം കൂടെ വായിച്ചു. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് നിങ്ങളുടെ ഇടയിൽ വരും. ഞാൻ അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല. ദുരുപദേശക്കന്മാർ, കള്ളപ്രവാചകന്മാർ, ജഡത്തിന്റെ ബലഹീന വശങ്ങൾ, ഇവയെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് കൃപയിൽ നിന്ന് നമ്മെ അന്യപ്പെടുത്തുവാൻ ഒരു കമ്പൈൻഡ് ശ്രമം നടത്തും. നമ്മെ സൂക്ഷിക്കുന്ന ദൈവമുണ്ട്. നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ കൊടുത്ത് യോഗ്യമായി ജീവിച്ച് വാഗ്ദത്തത്തിന്റെ നിവർത്തി പ്രാപിക്കണം. വേഗത്തിൽ പൊയ്ക്കോട്ടെ. ലൂക്കോസ് 16:12 മുതൽ വായിക്കണ്ട. നമ്മുടെ കർത്താവായ യേശു പറഞ്ഞു, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയത്തില്ല. ഞാൻ ആരുടെയും പക്ഷമല്ല, 2 പേരും എനിക്ക് ഒരുപോലെ ഉള്ളൂ. താ പറഞ്ഞു, മോനെ നീ ഒരുത്തൻ്റെ പക്ഷം തിരിയും, നിന്റെ കഴിവിനപ്പുറത്താ. ഞാൻ ആരുടെയും പക്ഷമല്ല. നോ, അതൊരു മനുഷ്യനെ കൊണ്ട് ഒക്കുന്നതല്ല. 2 യജമാനന്മാരെ സേവിപ്പാൻ ശ്രമിച്ചാൽ ഒരുത്തനെ പകച്ച് മറ്റവനോട് പറ്റിച്ചേരും. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽ പിശാചിനെ പകച്ച് ദൈവത്തോട് പറ്റിച്ചേരുവാൻ ദൈവത്തിൻ്റെ വഴികളിൽ മാത്രം നടക്കുക.
ആരും വീണത് ഒരു ദിവസം കൊണ്ടല്ല, ആരും വളർന്നതും ഒരു ദിവസം കൊണ്ടല്ല. റോം വാസ് നെവർ ബിൽറ്റ് ഇൻ എ ഡേ എന്ന് പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹെൽ ഈസ് ഓൾസോ നോട്ട് ഡെവലപ്ഡ് ഇൻ വൺ ഡേ. ഇതെല്ലാം പതുക്കെ പതുക്കെയാ. എൻ്റെ ജീവിതം ഓരോ ദിവസവും ഞാൻ ദൈവസന്നിധിയിൽ നിർത്തുമെങ്കിൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചവളായി നാം വളർന്നു വരും. മറുവശത്തോട്ട് പോകാതെ നമുക്ക് ദൈവകൃപയിൽ സൂക്ഷിക്കാം. എബ്രായ ലേഖനം 12:39 വീണ്ടും ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. തൃക്കരങ്ങളിൽ നമുക്ക് താണിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഇനി വലിയ വിശദീകരണം ഇല്ലാതെ ഹോശയ വായിക്കണ്ട, വായിച്ചാട്ടെ. ഹോശയ 13:13. നോവുകിട്ട സ്ത്രീയുടെ വേദന അവനുണ്ടാകും. അവൻ ബുദ്ധിയില്ലാത്ത മകൻ, സമയമാകുമ്പോൾ അവൻ ഗർഭധാരത്വങ്ങൾ എത്തുന്നില്ല. ഞാൻ ആ പദം എഴുതിയിരിക്കുന്ന വാക്കുകളുമായി അല്ല, ആശയവുമായി മാത്രം വിശദീകരിക്കാം. എഫ്രൈം എന്ന ബുദ്ധിയില്ലാത്ത മകനെ കുറിച്ച് പറയുക. ദൈവം അവനെ ജനനത്തിൻ്റെ അവസരം വരെ കൊണ്ടുവന്നു. തക്ക സമയത്ത് ഇവൻ അവിടെ കാണുന്നില്ല. തക്ക സമയം ഇവൻ അവിടെ ഇല്ല. ദൈവം എനിക്ക് അവസരം തന്നു. ദൈവം എന്നെ രക്ഷിച്ചു. ദൈവം എന്നെ കൃപയിൽ കൊണ്ടുവന്നു. ദൈവം ആഗ്രഹിക്കുന്ന സമയം ഞാൻ ദൈവത്തിൻ്റെ വഴിയിൽ ഉണ്ടെങ്കിൽ അടുത്ത നന്മയിലേക്ക് ഞാൻ നടത്തപ്പെടും. ഞാനവനെ ജനിക്കുവാൻ അവസരം കൊടുത്തു. ജനന സ്ഥലത്ത് ഞാൻ അവനെ എത്തിച്ചു. ഞാൻ അവനെന്നുള്ള എല്ലാം കൊടുത്തു. അവനോ തക്ക സമയത്ത് എത്താതെ പോയി. എൻ്റെ ജീവിതത്തിൽ ഇത് വരരുതേ. ദൈവം തീരുമാനിച്ച സമയം ഞാൻ തിരുസന്നിധിയിൽ കാണണമേ. ഞാനൊരു ബുദ്ധികെട്ട മകനായി മാറരുതേ. പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ ഉപയോഗിക്കാറുള്ള ഒരു ഉദാഹരണമുണ്ട്. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി, ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ ഒരു 10 പേര് ഒരുമിച്ച് സ്റ്റുഡിയോയിൽ ചെന്നു. ഫോട്ടോഗ്രാഫർ 1, 2, 3 എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് പറ്റിയ പോലെ ഒരു പറ്റും. ഒന്ന് തുമ്മണമെന്ന് തോന്നി. പോൾ ഗോപാലകൃഷ്ണൻ്റെ പറഞ്ഞു 3 എന്ന് ഫോട്ടോഗ്രാഫർ പറയുകയും അയ്യോ, അന്നേരത്തെ ഒരു തുമ്മൽ വന്ന് കണ്ണടഞ്ഞും വാ പൊളിച്ചും പോയി. ആരുടെ കുറ്റുവാ? ഫോട്ടോഗ്രാഫറുടെ കുറ്റുവാ? നോ, എൻ്റെ കുറ്റുവാ. എഫ്രൈം ബുദ്ധിയില്ലാത്ത മകൻ. തക്ക സെക്കൻഡിൽ ഞാനവനെ ജനിക്കുമാറാക്കി. എനിക്ക് വേണ്ട സമയം അവനെ കണ്ടില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ ആരുമില്ലായിരുന്നു. ഞാൻ മുട്ടിയപ്പോൾ ആരും വാതിൽ തുറന്നില്ല. ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരമരളിയില്ല. എടാ യൂദ, നീ 1 മിനിറ്റ് കൊണ്ടല്ലേ തെറ്റിയത്? യേശാവേ, നീ 1 മിനിറ്റ് കൊണ്ടല്ലേ തെറ്റിയത്? ആരുടെ കുറ്റം? ആരുടെ കുറ്റം? തക്ക സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ ഉണ്ടായിരിക്കും എന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. വിധി നിർണ്ണയിക്കുന്നത് 1 സെക്കൻഡാ. ഒരു ഫോട്ടോഗ്രാഫിന് 1 സെക്കൻഡൊന്നും വേണ്ട. അതിനൊരു 5-1 മതി അല്ലേ? 5-1 തോന്നുന്നു. മതി അങ്ങനല്ലേ? 5-1 അത് മതി. പക്ഷെ ആ 1 സെക്കൻഡിൻ്റെ 5-1 തുമ്മൽ വന്നു പോയി. പിന്നെ ചെയ്യാൻ ഇസ് ഇറ്റ് നോട്ട് നാച്ചുറൽ? എനിക്ക് മാത്രം തുമ്മൽ വരത്തില്ലേ? വന്നടാ, എന്നാ ചെയ്യാൻ? നിൻ്റേത് മാത്രമേ അങ്ങനെ കിട്ടിയുള്ളൂ. കാര്യം നിനക്ക് മാത്രമേ നേരം തുമ്മൽ വന്നുള്ളൂ. എന്ത് ചെയ്യാനാ? ദൈവം എന്നെ വിളിച്ചയിടത്ത് ഞാൻ ദൈവസന്നിധിയിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു. ശലോമോൻ ദേവാലയം പണിയാനായി, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ തന്റെ പിതാവായ ദാവീദ് സംഭരിച്ചു വെച്ചിരുന്ന സകല നന്മയും ചേർത്ത്, അതിന്റെ മണ്ടയ്ക്ക് അദ്ദേഹം കൊണ്ടുവന്നത് ചേർത്ത്, അതിന്റെ മണ്ടയ്ക്ക് ജാതീയ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് ദൈവം എടുത്ത് കൊടുത്തത് ചേർത്ത്, ദൈവത്തിന്റെ ജ്ഞാനത്തോടും വിവേകത്തോടും ബുദ്ധിയോടും കൂടെ ദൈവത്തിനൊരാലയം പണിയുമ്പോൾ താൻ പറഞ്ഞു, കല്ലുകൾ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്തതായിരിക്കണം. എം എ വർഗീസ് ധൃതിക്ക് കൂടി സ്റ്റേ ഓർഡർ വരുന്നതിന് മുമ്പേ 4 കല്ലെടുത്ത് വെച്ച് കെട്ടിയതുപോലല്ല. സാമ്രാജ്യത്തിന്റെ രാജാവ് യഹോവയായ ദൈവത്തിന് ഒരു മന്ദിരം പണിയുമ്പോൾ തൻ്റെ സകല പ്രൗഢിയിലും ഒരു തീരുമാനമെടുത്തു. ദൈവദത്തമായ ഒരു തീരുമാനം. ഇതിനുപയോഗിക്കുന്ന കല്ലുകൾ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്തതായിരിക്കണം. പുതിയ നിയമ ദേവാലയത്തിലും അങ്ങനെ തന്നെയാ. വെട്ടുകുഴിയിൽ വെച്ച് കുറവ് തീർത്ത കല്ലുകൾ. ഇതാ നമ്മുടെ വെട്ടുകുഴി. ഇവിടെ വെച്ച് കുറവ് തീർത്തത്. സ്വർഗത്തിൽ ചെന്നിട്ടൊന്നും ആരുടെയും തീർക്കാനൊന്നും പോകുന്നില്ല. ഇവിടെ വെച്ച് കുറവ് തീർത്താൽ, ഇവിടെ വെച്ച് കുറവ് തീർത്താൽ, ഈ കല്ല് വെട്ടിയപ്പോൾ തന്നെ എന്തിനാ വെട്ടിയത്?
ദേവാലയത്തിൽ ചെല്ലാനാ? ആണല്ലോ. ഞാൻ രക്ഷിക്കപ്പെട്ടത് എന്തിനാ? സ്വർഗത്തിലെത്താനാ. പക്ഷെ ഇവിടെ വെച്ച് ഇതിനൊരു ചെത്തുപണി വേണം. ഇത് മിനുക്കപ്പെടുന്നില്ലെങ്കിൽ ആലയത്തിന്റെ പണിക്കൽ എത്തത്തില്ല. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകളാൽ വിശുദ്ധന്മാരെ, ദൈവമക്കളെ, നമ്മുടെ കുറവ് തീർക്കുന്ന സമയമാണ് ഈ നാളുകൾ. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ കൊണ്ട് ആലയം പണിതതിനാൽ പണിയുന്ന സ്ഥലത്ത് ചെത്തുന്ന ആയുധങ്ങളുടെ, കൊത്തുന്ന ആയുധങ്ങളുടെ ഒരു ശബ്ദവുമില്ല. ഇവിടം കൊണ്ട് സുവിശേഷം തീരും, അത് നിത്യതയിൽ കാണത്തില്ല. ഇവിടെ വെച്ച് കുറവ് തീർക്കുന്ന, ഇവിടെ അപ്പോസ്തലന്മാർ, ഇവിടെ പ്രവാചകന്മാർ, ഇവിടെ സുവിശേഷകന്മാർ, ഇവിടെ ഉപദേഷ്ടാക്കന്മാർ, ഇവിടെ ഇടയന്മാർ, ഇവിടെ വെച്ചാണ് ചെത്തുന്നത്. സ്വർഗത്തിൽ ചെന്ന ശേഷം സ്നാന ക്ലാസ് എടുക്കത്തില്ല. സ്വർഗത്തിൽ ചെന്ന ശേഷം വിശുദ്ധീകരണത്തിന്റെ ക്ലാസ് ഇല്ല. അത് ഇവിടെ വെച്ചാ, വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകളാൽ ആലയം പണിയുന്നതിനാൽ അവിടെ ഇതുണ്ട്, അതിന് ആയുധമാണ് ഉണ്ടാകയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് വേണം? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. രക്ഷ നമ്മുടെ പ്രവർത്തിയാലാണോ? അല്ല, യേശുവിന്റെ ദാനമാണ്. ഇവിടെ തന്നെ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവിൻ. ഈ വാക്യം കള്ളമാണോ? ഒരിക്കലും അല്ല. രക്ഷ ആരുടെയും പ്രവൃത്തിയല്ല, രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ആ സകല പ്രവൃത്തിയും കാൽവറിയിൽ യേശു തികച്ചു. തികച്ച പ്രവൃത്തി എന്നിലേക്ക് വ്യാപരിക്കണമെങ്കിൽ എന്റെ പ്രവൃത്തി ദൈവത്തേതിനോട് മാച്ചിങ് ആയിരിക്കണം. രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്ത്? എന്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന രക്ഷയുടെ പൂർണ്ണതയിൽ ഞാൻ നിൽക്കേണ്ടതിന് എന്റെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെതുമായി മാച്ച് ചെയ്യണം. ഇത്രയും നേരം എടുത്തു വന്നത് അതാ. ഞാൻ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. കർത്താവേ, ഞാൻ ഇവിടെ ഓടുന്നതും അധ്വാനിക്കുന്നതും. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു കൺവെൻഷന് വേണ്ടി പോയി. കട്ടപ്പനയായിരുന്നു കൺവെൻഷൻ. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടുത്തെ മെസ്സേജ് കഴിഞ്ഞ് കൺവെൻഷന് പ്രസംഗിക്കാൻ കൊള്ളാവുന്ന ഡ്രസ്സ് വിട്ടുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോയി ഫ്ലൈറ്റ് കയറുന്നത്. 2:20 ഫ്ലൈറ്റിന് കയറിയാൽ 3:35 അവിടെ ഇറങ്ങേണ്ടത്. ഒരു ചീപ്പ് എയർലൈൻസുമാണ് എടുത്തത്. അപ്പോൾ അരമണിക്കൂർ ലേറ്റ് ആയാലുമായി. വൈകിട്ട് 6:30 കട്ടപ്പന പ്രസംഗിക്കണമെന്നാണ് എന്നോട് പറഞ്ഞത്. ആളുകൾ എന്നോട് പറഞ്ഞു, കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് 4.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തെങ്കിലേ കട്ടപ്പന എത്തുള്ളൂ. 3:35 ഇറങ്ങിയാൽ 7:35 കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തത്തുള്ളൂ. 8 മണിയായിട്ട് ഞാൻ അവിടെ എത്തുള്ളൂ. ഇവിടെ 6:30 മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുക. ഞാൻ ആ ദൈവദാസനെ വിളിച്ച് 2 പ്രാവശ്യം ചോദിച്ചു, പാസ്റ്ററെ, ആർ യു ടു ഷുവർ? എനിക്ക് അതിന് മുമ്പേ ഇവിടുന്ന് വരാൻ ഒക്കത്തില്ല. ഞാൻ അതിന് കയറിയാൽ നിങ്ങൾക്ക് തിങ്കളാഴ്ച വൈകിട്ട് എന്നെ കിട്ടത്തില്ലെങ്കിൽ എന്നെ അങ്ങ് ഒഴിവാക്കുക, അവിടെ കാണാൻ ആരെങ്കിലും വിളിക്കേ. പുള്ളി പറഞ്ഞു, നോ പാസ്റ്റർ, പാസ്റ്റർ ഇവിടെ എത്തിയിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, അതിൻ്റെ തത്വം എന്നാ? തത്വം ഞാൻ ആ കാർ ഓടിക്കുന്ന അതാ. അപ്പോൾ എനിക്ക് സംഗതി മനസ്സിലായി, മിക്കവാറും എത്തി. ഹൈ റേഞ്ച് റൂട്ട് ഞാൻ പോയിട്ടുള്ളവർക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു, പീലിപ്പോസിന് വേണ്ടി ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോയത്. പാസ്റ്ററെ, ഒക്കാനുള്ള കാര്യമാണോ? ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു വിശദീകരണം പറയല്ല, അദ്ദേഹം ഇവിടെ വരും. ഒരു വിശദീകരണം ഒന്നും പറയല്ല. റഫ് ലൈഫിലൂടെ ജീവിച്ചു വന്ന മനുഷ്യനാണ്. റഫ് ലൈഫ്. ഒരു നല്ല മനുഷ്യൻ്റെ അനുഭവ സാക്ഷ്യത്തിൻ്റെ ഒരു ഭാഗം തൊടുന്നത് തെറ്റില്ലായിരിക്കും, അല്ലയോ? ഒരപ്പനും അമ്മയ്ക്കും 4 മക്കളുണ്ട്, 4 സുവിശേഷകരാ. ഇദ്ദേഹത്തിന് സുവിശേഷ വേല ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. യാതൊരു മുതലുമില്ല കാശിട്ട് സുവിശേഷ വേല ചെയ്യാൻ. അദ്ദേഹത്തിന് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോയി പഠിച്ചു. നിങ്ങളാരെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെ പറഞ്ഞ അനുഭവങ്ങളൊക്കെ കേൾക്കണം. ആദ്യമേ ഒരു ഹോട്ടലിലോട്ട് തേച്ച് മഴക്കാൻ നിന്നു. ഇവിടെ വന്ന് അങ്ങനെ തന്നെ പറയും, ഞാൻ പേര് മാത്രം ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നില്ല. രാത്രിയിൽ വൈകുന്നേരം ഒരു ഹോട്ടലിൽ പ്ലേറ്റ് തേച്ച് കഴുകാൻ നിന്നു. രാത്രിയിൽ കുക്കിംഗ് കഴിഞ്ഞ് കുക്സ് എല്ലാം പോയി കഴിയുമ്പോൾ വെളുക്കുന്നിടം വരെ ഈ മനുഷ്യൻ നിന്ന് ഹോട്ടലിലെ കുക്ക് ചെയ്യുന്ന പാത്രം കഴുകും. കിട്ടുന്ന ശമ്പളം കൊണ്ട് രാവിലെ 7 മുതൽ വൈകിട്ട് 4 മണി വരെ സുവിശേഷ പ്രവർത്തനത്തിനിറങ്ങും. ഇതിനിടയ്ക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിച്ചു. എന്നോട് പറഞ്ഞു, നൈറ്റ് ഷിഫ്റ്റിൽ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങി. രാത്രി മുഴുവനും ഓട്ടോറിക്ഷ ഓടിക്കും. കിട്ടുന്ന കാശുകൊണ്ട് രാവിലെ സുവിശേഷ വേല ആരംഭിക്കും. വില മുടക്കുന്നവർക്കായി സ്തോത്രം. എന്നോട് പറഞ്ഞു, അന്ന് ഓട്ടോറിക്ഷ ഓടിച്ചു, ഇന്ന് കാർ ഓടിക്കാറുണ്ട് രാത്രിയിൽ. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് 2 മണിക്കൂർ കൊണ്ട് നിങ്ങളെ ഞാൻ ഇവിടുന്ന് അവിടെ എത്തിക്കും. എത്തിച്ചു. 2 കൊണ്ടൊത്തില്ലെങ്കിലും ഞാനവിടെ ചെന്നു. കോൾഡ് എനിക്ക് മാറുന്നില്ല. 4-5 കർച്ചീഫുള്ളത് എല്ലാ ദിവസവും ഞാൻ കഴുകി ഇങ്ങനെ നിരത്തി തൂക്കുകയും ചെയ്യാൻ ചോദിച്ചു, കർത്താവേ, എന്തുവാ ഞാൻ ഈ കാണിക്കുന്നത്? എന്തുവാ ഇത്?
എനിക്കൊരു നേരത്തെ ആരോഗ്യം തരുവാൻ അങ്ങക്ക് മനസ്സില്ലേ? ഞാനിങ്ങനെ ചീറ്റുകയും തുമ്മുകയും ചുമയ്ക്കുകയും ഈ ഉള്ള കർച്ചീഫ് 4-5 എണ്ണം ഇങ്ങനെ കഴുകിയിടുകയും പിന്നെ അത് വൈകിട്ട് പിന്നെയും കഴുകണം. ആ പരുവമാ. എന്തുവാ കർത്താവേ ഇത്? പറഞ്ഞു, എന്നോട് ഇങ്ങോട്ടൊന്നും പറയണ്ട, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്ക്. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടായിരിക്കും. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്ക്. ചിലത് എൻ്റെ കൈ കൊണ്ട് ചെയ്യേണ്ടതുണ്ട്, ചിലയിടത്ത് എനിക്ക് മുറിവേൽക്കേണ്ടതുണ്ട്, ചിലയിടത്ത് അദ്ദേഹത്തിന് മുറിവേക്കേണ്ടതുണ്ട്, ചിലർക്ക് വേറെ ചിലർക്ക് മുറിവേക്കേണ്ടതുണ്ട്. ഞാൻ എറണാകുളത്തുനിന്ന് അവിടം വരെ 2.5 മണിക്കൂർ കൊണ്ട് അവിടം വരെ എത്തി എന്ന് പറയുമ്പോൾ പനി കൂടി എന്നുള്ളതിന് പിന്നെ ആരും സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ജീവിത ശൈലിയാ. പക്ഷെ ഒടുവിൽ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞ്, കൃപയാൽ 2500 പുതിയ പ്രതിഷ്ഠകളിൽ കൂടുതൽ ഈ വർഷം കാണുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തന്നു. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്ക്. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം അവസരം തരും. പ്രലോഭനങ്ങൾ പലതു വരും. കണ്ണിന് ഇമ്പമായത്, ശരീരത്തിന് ഇമ്പമായത്, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിങ്ങനെ ലോകത്തിൽ പല അവയവങ്ങൾ, ഘടകങ്ങൾ നിങ്ങൾക്കെതിരെ എഴുന്നേറ്റ് നിൽക്കും. അതിനോട് പറ, യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങ്. ഞാൻ ദൈവവൈതലാ. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വയ്ക്കുവാൻ ഞാൻ ഇല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി കൃഷിക്ക് അനുയുക്തമായ ഫലം പുറപ്പെടുവിക്കാതിരിക്കുന്നത് എന്റെ കാര്യമല്ല. ഞാൻ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. രക്ഷ ദാനമാ, രക്ഷ ദൈവത്തിന്റെ ദാനമാ. അത് വില കൊടുക്കാവുന്നതല്ല. എന്നാൽ ചെറിയ തോതിലെങ്കിലും എന്നാൽ കഴിയുന്നത്. അപ്പൊ അത് ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ കുറവായത് തന്റെ സഭയാം ശരീരത്തിന് വേണ്ടി എന്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുമെന്ന് പറയുന്ന ക്രിസ്തീയ സമർപ്പണമുള്ള ഒരു ദൈവപൈതലെ താങ്കൾ മുകളിൽ എത്തിയിരിക്കും. ഈ വടം പൊട്ടത്തില്ല, ഈ വടം പൊട്ടത്തില്ല. ഞാൻ വഴിയിൽ കൈവിടാതിരുന്നാൽ തമ്പുരാൻ എന്നെ സൂക്ഷിക്കും. നിർത്തിക്കോട്ടെ. 1 പത്രോസ് 4:18. നീതിമാൻ പ്രയാസമോടെ രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ 1 പത്രോസ് 4:18. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ. നീതിമാൻ എങ്ങനെ രക്ഷ പ്രാപിക്കുന്നത്? പ്രയാസേന രക്ഷ പ്രാപിക്കുന്നെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? പറ. ഭക്തിവിരുദ്ധ മാർഗങ്ങളിൽ നടക്കുന്ന ഇന്ത്യൻ എയർഫോഴ്സില് ഞാനായിരുന്ന കാലം, ഇപ്പോഴത്തെ എനിക്കറിയാൻ വയ്യ സഹോദരന്മാരെ, അതിനകത്തുള്ളവരെ ഇപ്പോൾ എനിക്ക് വളരെ കുറച്ചേ അറിയത്തുള്ളൂ. എൻ്റെ കാലത്ത് പീടി വലിക്കണമെന്നും കള്ളു കുടിക്കണമെന്നും അനാവശ്യ സംസാരത്തിൽ ഏർപ്പെടണമെന്നും അശ്ലീല സാഹിത്യം വായിക്കണമെന്നും ഒക്കെ ഉള്ളത് അതിൻ്റെ തത്വം. എഴുതപ്പെട്ട നിയമങ്ങളൊന്നുമല്ല, പക്ഷേ ഞങ്ങളെപ്പോലെ താണയാളുകളുടെ ഇടയിലെ കാര്യങ്ങളാണ്. എത്ര സിഗരറ്റ് വലിക്കാൻ കഴിയുമെന്നാണ് ഒരുത്തൻ്റെ കഴിവ്. എന്നെ തിന്നാൻ ഒക്കുമെന്ന വേറൊരുത്തൻ്റെ ക്വസ്റ്റ്യൻ. എത്ര വരെ തിന്നാമെന്ന് അതാണ് വേറൊരുത്തൻ്റെ ക്വസ്റ്റ്യൻ. ഇനി ഒരുത്തൻ എത്ര കുപ്പി വരെ കുടിക്കാമെന്നാണ്. അപ്പോൾ ഇതിനകത്തൊന്നും ഒരുത്തൻ ഇടപെടുന്നില്ലെങ്കിൽ അവനെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ അങ്ങ് കൂട്ടും. എന്നെയും ഭക്തൻ്റെ കൂട്ടത്തിൽ കൂട്ടി അങ്ങ് മാറുക എളുപ്പം. ഒരുപാടൊക്കെ ചെയ്തതാ. അന്നും എൻ്റെ അകത്ത് എന്തോ എന്നെ നിർബന്ധിക്കുന്നുണ്ട്. ഈ ലോകത്തിന് അനുരൂപനാകരുത്. ഇതിനപ്പുറത്ത് എനിക്കൊരു വിളിയുണ്ട്. ഞാനൊരു വില കൊടുത്തേ പറ്റൂ. ഞാൻ ജീവിച്ചേ മതിയാകൂ. ഞാൻ ദൈവപൈതല. നോക്കരുതാത്തത് നോക്കത്തില്ല, പറയരുതാത്തത് പറയത്തില്ല, തുടരുതാത്തത് തൊടത്തില്ല. എനിക്കെന്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അതെന്റെ ജീവിതത്തിന്റെ തീരുമാനമാ. നീതിമാൻ പ്രയാസമോടെ രക്ഷ പ്രാപിക്കുന്നെങ്കിൽ അധർമ്മിയുടെയും പാപിയുടെയും ഗതി എന്താകും? അധർമ്മി ധർമ്മമല്ലാത്തത് ചെയ്യുക. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഓരോ വിഷയത്തിലും ഇത് ധർമ്മമാണോ? ഇതിനകത്ത് അനേക പ്രിയപ്പെട്ടവരോട് ദൈവകൃപയാൽ മറ്റാരും അറിയാത്തത്രയും ക്ലോസായി ഇടപെടുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പലരുടെയും പോക്കറ്റിലെ പണം അപഹരിക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നു. ഒറ്റ വാചകം മതിയായിരുന്നു. ഒറ്റ വാക്കുകൊണ്ട്, പക്ഷേ ഞാനൊരു ചെക്ക് തരട്ടെ, അത് എൻ്റെ പേരിൽ എഴുതിക്കോ, ഒന്നും മിണ്ടേണ്ട കാര്യം, മിണ്ടാതെ കൈ നീട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ കാര്യമായ ചെക്ക് എഴുതുമെന്നുള്ളവരോട് അത് ചർച്ചിൻ്റെ പേരിൽ എഴുതാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഐ റിപ്പീറ്റ്. ആരെങ്കിലും ഒരാൾ ക്യാഷ് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നത് ഞാൻ കമ്മിറ്റിയോടും പറഞ്ഞിട്ടുണ്ട്. എബൌട്ട് സർട്ടൻ എമൗണ്ട് എൻ്റെ കൈ വരുമെങ്കിൽ നിങ്ങളറിയാതെ ഞാൻ ഉപയോഗിക്കത്തില്ല. അയോഗ്യമായ ഒരു വ്യക്തി എൻ്റെ അടുത്ത് പണം തന്നത് കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചെക്ക് എടുത്ത് നോക്കി. വിശ്വാസത്തിൽ എനിക്ക് നിരക്കാത്ത വ്യക്തിയോ
ജീവിതത്തിൽ അധർമ്മമായ മാർഗത്തിൽ സമ്പാദിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നതായ പണം, എം എ വർഗീസിന്റെ പേരിൽ എഴുതി തന്ന ചെക്ക് ക്യാൻസൽഡ് എന്ന് എഴുതി സൂക്ഷിച്ചിരിക്കുന്നത് ലക്ഷങ്ങളിലുണ്ടെന്ന് തിരുനാമ മഹത്വത്തിന് വേണ്ടി വിളിച്ചു പറയാം. നീതിമാൻ പ്രയാസമോടെ രക്ഷ പ്രാപിക്കുന്നെങ്കിൽ അധർമ്മിയുടെയും ധർമ്മമല്ലാത്തത് ചെയ്യുന്നവന്റെയും പാപിയുടെയും ഗതി എന്തായിരിക്കും? ഓ ഗോഡ്, ഞാൻ ആ ഭാഗത്ത് ഇനിയും പോകുന്നില്ല, അവിടെ കൊണ്ടങ്ങ് നിർത്തുക. യൂദായുടെ ലേഖനത്തിൽ വരാം, 18 പിന്നെ 24 വായിച്ചു നിർത്താൻ പോകാം. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന വായിച്ചു പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. ഒന്ന് കേട്ടു, അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹം. എനിക്ക് ഒത്തിരി മോഹങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഈ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളിൽ നിറച്ചാളുകൾ ഇരിക്കുന്നത് എൻ്റെ മോഹമാണ്. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം ഇവിടെ സിനിമ കാണിക്കാമെന്നല്ല, അതിൻ്റെ മെത്തേഡ് തെറ്റിപ്പോവും. എൻ്റെ പർപ്പസും എൻ്റെ മെത്തേഡും ഒരുപോലെ വിശുദ്ധമായിരിക്കണം. എനിക്കൊരുപാട് മോഹങ്ങളുണ്ടാകും. അതിൽ ഭക്തിയുടെ മോഹവുമുണ്ട്, ഭക്തികെട്ട മോഹവുമുണ്ട്. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ, ഒരു പ്രവാചകൻ എന്നോടൊരു ദൂത് പറഞ്ഞു. പാസ്റ്റർ വീടിൻ്റെ മുമ്പിൽ, എനിക്ക് തോന്നുന്നു പിള്ളേരും കൂടെ ഉള്ള സമയത്തായിരിക്കണം പറഞ്ഞത്, അല്ലയോ? അവരും കൂടെ ഉള്ള സമയത്താണ് പറഞ്ഞേ. ഗോൾഡൻ കളറിലൊരു ഇനോവ തമ്പുരാൻ കൊണ്ട് തരുന്നു. പറഞ്ഞ ദൂത് തെറ്റിപ്പോയി പാസ്റ്ററെ, എൻ്റെ വീടിൻ്റെ മുമ്പിൽ വരത്തില്ല ഇപ്പം. ഇനോവയുടെ എനിക്കതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് ഫ്യൂ അവേഴ്സ്. ഞാൻ ഉള്ളതിൽ തൃപ്തനാണ്. എനിക്ക് ആവശ്യത്തിന് ദൈവം തന്നു. ഭക്തികെട്ട മോഹങ്ങൾ, എൻ്റെ മോഹം ഭക്തിയുടേതോ അഭക്തിയുടേതോ, അഭക്തിയല്ല ഭക്തി ഇല്ലാത്തതോ, ഭക്തികെട്ട, ദാറ്റ്സ് ഇറ്റ്. ഭക്തികെട്ട. 18 വാക്യം വീണ്ടും വായിച്ചേ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ബിഷപ്പ് ടി ഡി ജേക്സ് പറഞ്ഞ ഒരു വാക്ക്, ആരും അടുത്ത ആഴ്ച സഭായത്തിന് വരാതിരിക്കരുതേ, ഞാൻ അടുത്ത ആഴ്ച ഇത് പറയത്തില്ല പ്ലീസ്. ഇവിടെ പോയ വിശുദ്ധിയെക്കുറിച്ചൊക്കെ പറയും. ചെയ്താൽ പലരുടെയും ചെവി പറയണം, അവിടെ പോയി വിശുദ്ധി 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 എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. പോടാ, അല്ലാത്തത് എവിടെയെങ്കിലും പോയി കേട്ടു. അവരോട് പറയപ്പോൾ ശാശ ഈ ഒരാഴ്ചത്തേക്ക് ക്ഷമിക്കണമെന്ന് പറ. അടുത്ത ആഴ്ച ഞാൻ പറയത്തില്ല. ഇത് വേറെന്തെങ്കിലും പറഞ്ഞോളാം. ദൈവം ആരോഗ്യം തന്നാൽ. മോഹത്തിൻ്റെ കൂട്ടത്തിൽ ഭക്തി ഉള്ളതുമുണ്ട്, ഭക്തി കെട്ടതുമുണ്ട്. ടി ഡി ജേക്സ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു, എനിക്കതങ്ങ് എൻ്റെ ഹൃദയത്തിനകത്ത് കയറി അങ്ങ് ഉടക്കി. അദ്ദേഹം പറഞ്ഞു, യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, വിതയ്ക്കുന്നവൻ വിതച്ച ശേഷം ഒന്ന് ഉറങ്ങിയപ്പോൾ ശത്രു കള വിതച്ചു. വളരുവാൻ തുടങ്ങിയപ്പോൾ നല്ലതും കളയും കൂടെ ഒരുമിച്ച്. ആ പ്രസംഗം ഞാൻ വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ക്രിസ്തീയ മണ്ഡലത്തിൽ ശക്തിയേറിയൊരു സുവിശേഷീകരണം നടന്നു. ഒരു 15 വർഷം പുറകോട്ട് തിരിഞ്ഞ് നോക്കുമെങ്കിൽ 1900കളുടെ അവസാനത്തിൽ, അതെൻ്റെ ഭാഗം ഞാൻ ചേർക്കുക, 1900കളുടെ അവസാനത്തിൽ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ ഉപയോഗിച്ച ഇലക്ട്രിസിറ്റി എത്രയുമായിരിക്കും? ആളുകൾ പറയുന്നത് റേഡിയോ തരംഗങ്ങളിലൂടെ ലോകത്തെ സുവിശേഷിക്കുവാൻ ഒരു ദിവസം ഉപയോഗിച്ച റേഡിയോ തരംഗത്തിന് വേണ്ടി എടുത്ത കറണ്ട് ഒരുമിച്ച് വെച്ചാൽ ലണ്ടൻ ആർക്കിൻ്റെ മുകളിലൂടെ, ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഉള്ള ആർക്കിൻ്റെ മേളിലൂടെ ഒരു ഇലക്ട്രിക്കൽ ആർക്ക് ഉണ്ടാകുവാനുള്ള എനർജിയാണ് ഒരു ദിവസം ഗോസ്പൽ പറയാൻ എടുത്തത്. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഇൻ്റർനാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് സ്പ്രിംഗ്ഫീൽഡിലുള്ളിടത്ത് ഉള്ള ഒരു പ്രിൻറ്റിംഗ് പ്രസ് പോയി കാണാൻ എനിക്ക് സാധിച്ചു. അന്ന് ആ പ്രിൻറ്റിംഗ് പ്രസിൻ്റെ മാനേജർ പറഞ്ഞ ഒരു വാചകം, ലോകത്തിൽ സാധാരണഗതിയിലുള്ള ഒരു ലെറ്റർ പ്രസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു ദിവസം പ്രിന്റ് ചെയ്യുന്ന മെറ്റീരിയൽ പ്രിന്റ് ചെയ്യുവാൻ ഒരു ഓർഡിനറി ലെറ്റർ പ്രസിൽ 380 സംവത്സരം വേണം. മുഴുവൻ സുവിശേഷമാണ്. ഈ വാക്കുകളൊക്കെ എന്തുവാ? ഒരു ദിവസം അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഇന്റർനാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ഒറ്റ പ്രിന്റിംഗ് പ്രസിൽ മാത്രം പ്രിന്റ് ചെയ്യുന്ന, ഒട്ടും അതിശയോക്തിയില്ലാതെ ഈ ബിൽഡിങ്ങിന്റെ വലിപ്പം തോന്നിക്കുന്ന ഗോഡൌണുകൾക്കകത്താണ് പേപ്പർ റോളുകൾ കയറിപ്പോകുന്നത്, വലിയ പേപ്പർ റോളുകൾ പോകുന്നത്. അദ്ദേഹം പറഞ്ഞു, ലോകത്തിന്റെ 5 വൻകരകളിലേക്കും ഗോസ്പൽ മെറ്റീരിയൽ ഇവിടുന്ന് പ്രിന്റ് ചെയ്ത് അയക്കുന്നുണ്ട്. ഒരു ദിവസം ഇവിടെ പ്രിന്റ് ചെയ്യുന്നത് സാധാരണ ഒരു ലെറ്റർ പ്രസിൽ പ്രിന്റ് ചെയ്യാൻ 380 years, അത്രയുമാണ് ഒരു ദിവസം ഈ ഒരെണ്ണത്തിനകത്തുനിന്ന് ഇറങ്ങുന്നത്.
സുവിശേഷത്തിന് വേണ്ടി ഒരുപാട് കഴിഞ്ഞ തലമുറ ചെയ്തു. ഭൂമി മുഴുവനും സുവിശേഷം വിതയ്ക്കപ്പെട്ടു. നമ്മളൊന്ന് ഉറങ്ങി. ബിഷപ്പ് ടി.ഡി. ജെയ്ക്സന്റെ വാചകമാണ്. ബേഥേൽ ചർച്ച ഉറങ്ങിയെന്നല്ല, ഞാനും നിങ്ങൾ ഉറങ്ങിയെന്നല്ല. ആഗോള വ്യാപകമായി ഏതാണ്ട് സാധിച്ചു എന്നൊരു തോന്നലുണ്ടായി. ആ പരുവത്തിന് ശത്രു കളവിതച്ചു. ഇന്ന് രണ്ടും കൂടെ ഒരുമിച്ച് വളരുന്നു. മറുഭാഷ പറയുമ്പോൾ തന്നെ ജഡമോഹം, ലോകമോഹം. പ്രവചനം പറയുമ്പോൾ തന്നെ ജഡീകത്വം, ജഡമയത്വം. ഭക്തിയിൽ ഉയരുമ്പോൾ തന്നെ ആഭക്തി. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വളരുന്നു. ഇനി കൊയ്ത്തിനധികം നാൾ ബാക്കിയില്ല, ഇത് രണ്ടായി വേർതിരിയും. അദ്ദേഹത്തിന്റെ പദമാ, എന്റെ അല്ല. ഇനി കൊയ്ത്തിനധികം നാൾ ബാക്കിയില്ല, ഇത് രണ്ടുമായി വേർതിരിയും. നീതിമാൻ പ്രയാസമേന രക്ഷപ്പെടുന്നുവെങ്കിൽ അധർമ്മിയുടെയും പാപിയുടെയും ഗതി എന്തായിരിക്കും? നാം ഇങ്ങോട്ട് പോകാതിരിപ്പാൻ ശ്രദ്ധിക്കൂ. രക്ഷ നഷ്ടപ്പെടത്തില്ല, നാം രക്ഷപ്പെടാതെ സൂക്ഷിക്കാം. 24-ാമത്തെ വാക്യം വായിച്ച് നിർത്തട്ടെ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവുമായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പേ ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. വീഴാതെ വണ്ണം നമ്മെ നിർത്തുവാൻ കഴിയുന്നവന് എന്ന് പറഞ്ഞാൽ വീഴാനും സാധ്യതയുണ്ടെന്ന് തനി മലയാളം. വീഴത്തില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാലേ എന്നാ ഈ വാക്യം തെറ്റാ. വീഴാതെ വണ്ണം നിർത്തുവാൻ കഴിയുന്നവൻ എന്ന് പറയുന്നതിന്റെ ഒരു മറുവശം വീഴാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ വീഴത്തില്ല, നിങ്ങൾ വീഴത്തില്ല. കാര്യം കൈ പിടിക്കുന്നവന്റെ കയ്യിൽ നാം പിടിച്ചാ മതി. പ്രൈസ് ദി ലോർഡ്. വീഴാതെ വണ്ണം നമ്മെ നിർത്തുവാൻ കഴിയുന്ന തള്ളുന്ന ശക്തികളുണ്ട്. നിൽക്കുന്ന മണ്ഡലങ്ങൾ സ്ലിപ്പറിയാ. ലോകം നമുക്ക് അനുകൂലമല്ല, ഇത് നമുക്ക് പ്രതികൂലമാണ്. തകർക്കുന്ന ശത്രു വട്ടത്തിലുണ്ട്. എന്നാൽ സർവശക്തനായവൻ, ഹേ പിശാചേ നീ ശക്തനാ, എന്റെ ദൈവം സർവശക്തൻ. ഹല്ലേലൂയ. ഹേ പിശാചേ നീ കണ്ണിങ്ങ, എന്റെ ദൈവം പരമശക്തൻ. വീഴാതെ വണ്ണം എന്നെ സൂക്ഷിക്കുന്ന ദൈവം, വീഴാതെ വണ്ണം എന്റെ ജനത്തെ സൂക്ഷിക്കുന്ന ദൈവം, തന്റെ ആടുകളെ നടത്തുന്ന ദൈവം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ദൈവം. സ്വന്തം വാഴ്ച കാത്തുകൊള്ളാതെ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ ദൈവം ആദരിക്കാതെ ദൂതമണ്ഡലത്തിൽ ന്യായവിധി അയച്ചു. നോഹയുടെ കാലം പെട്ടകം ഒരുക്കുന്ന സമയം കൽപ്പന കാത്തുകൊള്ളാതെ വിട്ടുപോയവരെ ദൈവം ആദരിച്ചില്ല. സോദോമും ഗോമോറയും അന്യതടം മോഹിക്കുന്ന സമയം തെറ്റിയവരെ ദൈവം ആദരിച്ചില്ല. കൃപയുടെ യുഗത്തിൽ ഒരിക്കൽ സദ്വർത്തമാനം കേട്ടവർ, ദൈവത്തിന്റെ നല്ല മാനം ആസ്വദിച്ചവർ മനഃപൂർവ്വം പാപം ചെയ്താൽ വിടുതൽ കാണത്തില്ല. എന്നാൽ ഭയത്തോടെ തിരുസന്നിധിയിൽ വന്ന് ആശ്രയബോധത്തോടെ ദൈവസന്നിധിയിൽ ജീവിക്കുന്ന ദൈവഭൈതരെ, നിങ്ങളും ഞാനും വീഴാതെ വണ്ണം നമ്മെ കാക്കേണ്ടതിന്, വീഴാതെ വണ്ണം നമ്മളെ കാത്ത് തന്റെ പിതാവിന്റെ മുമ്പിൽ കളങ്കമില്ലാത്തവരായി. ഓ ഗോഡ്, കുറെ കളങ്കം ഉണ്ടെങ്കിലും കൊണ്ട് നിർത്തുന്നവനല്ല എന്റെ ദൈവം, കളങ്കം ഇല്ലാതെ നിർത്തുന്ന. ആരാടോ ഈ കളങ്കമില്ലെന്ന് പറയുന്നത്? എന്റെ കർത്താവിനാൽ നയിക്കപ്പെടുന്നവനാടോ ഈ കളങ്കമില്ലെന്ന് പറയുന്നത്? കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ, ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്നവനായ ദൈവം എന്റെ ദൈവമാ. ഇന്ന് പകൽ ഭൗതിക രോഗങ്ങളെക്കാൾ ഉപരി ആത്മീക ജീവിതത്തിന്റെ പുഴുപ്പും പുഴുക്കടിയും ഒന്ന് മാറുവാൻ, ആത്മീക ജീവിതത്തിന്റെ പുഴുക്കുത്തൽ ഒന്ന് മാറുവാൻ, എന്റെ ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന പിശാചിന്റെ ശക്തികൾ ഇവിടം കൊണ്ട് മാറട്ടെ എന്ന് പറയുവാൻ ഏൽപ്പിക്കപ്പെടുന്ന ദൈവമൈതലേ, ഭൗതിക രോഗശാന്തി നടക്കും, അക്ഷരിക രോഗശാന്തി നടക്കും, ശാരീരിക രോഗശാന്തി നടക്കും. അതിനേക്കാൾ ഉപരിയായി ആത്മമണ്ഡലത്തിൽ വ്യത്യാസം വരട്ടെ. നാം സഭയെന്ന് ശോഭിക്കുവാൻ ദൈവം കൃപ തരട്ടെ. സ്ഥലം പോരാതെ വരുവോളം ആളുകളെ തരുന്ന ദൈവത്തിന്റെ വാഗ്ദത്തമാ നമ്മുടെ ഡിമാൻഡാ. ആളുകൾ വർദ്ധിക്കുക എന്ന നമ്മുടെ ഡിമാൻഡാ. പക്ഷേ നെവർ ഇൻ ദ കോഴ്സ് ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ വില കൊടുത്തേച്ചല്ല വിശുദ്ധന്മാരെ ഇതിനകത്ത് ചേർക്കുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുക. വിശുദ്ധമതികളെ ഇതിനകത്ത് നിറയ്ക്കുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുക. നമുക്ക് ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിക്കാം. റെയിൻഹാർഡ് ബോങ്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ ചെന്ന് പ്രാവശ്യം പനിയായിട്ട് കിടന്ന ഒരു ദിവസം, പനിയായിട്ട് കിടന്നില്ല, ഇരുന്നു. അന്നേരത്ത് ഞങ്ങളുടെ ഒരു മോന്, എൻ്റെ അനിയൻ്റെ മകന് റെയിൻഹാർഡ് ബോങ്കെ പ്രസംഗിച്ച് ഒരു CD കിട്ടി. ഞാനത് കണ്ടു.
മുഴുവൻ കണ്ടില്ല, കുറച്ച് കണ്ടു. അപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിസ്താരവും അതിലേ പോകുന്നവർ അനേകരുമാണ്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലൊരു മൈനോറിറ്റിയെ കാണത്തുള്ളൂ, മജോറിറ്റി നരകത്തിലാണ്. ഇറ്റ്സ് എ ബിഗ് ചലഞ്ച്, ഇറ്റ്സ് എ ബിഗ് ചലഞ്ച്. അദ്ദേഹത്തിൻ്റെ അടുത്ത വാക്കിലോട്ട് ഞാൻ കയറാൻ പോകുന്നു. നമ്മിലാര് ഈ ചലഞ്ച് ഏറ്റെടുക്കും? ഈ നരകത്തിലേക്ക് പോകുന്ന ഹൈവേ, നടുക്കൂടുള്ള വഴിയെന്ന് ഇങ്ങോട്ട് വിചാരിച്ചു. ഈ വഴിയെയാണ് അധികം പേര് നരകത്തിലോട്ട് പോകുന്നത്. അതിനൊരൊറ്റ പ്രതിവിധിയേ ഉള്ളൂ, പുട്ട് എ ക്രൂസ്, തടഞ്ഞു നിർത്തുന്ന ഒരു ക്രൂസ്. നിനക്കിതിലെ പാനൊക്കത്തില്ല. നരകത്തിലേക്ക് പോകുന്ന ഹൈവേയുടെ നടുവിൽ ഒരു ക്രൂശ് കൊണ്ട് നിർത്തുവാൻ, ടു ബ്ലോക്ക് ദ പീപ്പിൾ, ടു ബ്ലോക്ക് ദ പീപ്പിൾ, ടു ബ്ലോക്ക് ദ പീപ്പിൾ, ആളുകളെ തടഞ്ഞു നിർത്തുവാൻ യേശുവിന്റെ കാൽവറി ഈ വഴിയിൽ നിന്ന് വയ്ക്കുവാൻ ഞാൻ നിങ്ങളും കടപ്പെട്ടവരാ. യേശു കാൽവറിയിൽ ഉയർന്നു നിന്നുകൊണ്ട് പറഞ്ഞിരുന്നു, നാശത്തിലേക്ക് പോകുവാൻ സാധ്യമല്ല. സകല ഭൂസീമവാസികളുമേ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുക, നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ ഞാൻ ശക്തനാണ്. നമുക്ക് വിളിച്ചു പറയാം, ഞങ്ങളോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. കണ്ണുകളടയ്ക്കാം, കണ്ണുകളടയ്ക്കാം. ബാംഗ്ലൂരിലുള്ള ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ആരാധനയിൽ നിന്നും എടുക്കുന്ന സന്ദേശങ്ങളുടെ ഭാഗങ്ങളാണ് ഈ DVD-കളിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. 22 അംഗങ്ങളിൽ നിന്ന് ഇന്ന് 10,000-ത്തിലധികമായി സഭയെ വളർത്തുവാൻ ഒരൊറ്റ ഭാഷയിലുണ്ടായിരുന്ന ആരാധനയിൽ നിന്ന് 7 വ്യത്യസ്ത ഭാഷകളായി ഉയർത്തുവാൻ, ദാരിദ്ര്യത്തിൻ്റെ വക്കിൽ കിടന്നിരുന്ന ജനങ്ങളെ സമൃദ്ധിയിലേക്ക് ദൈവം നടത്തുന്നത് കാണുവാൻ, ആത്മീകമായി, ഭൗതികമായി, സാമൂഹികമായി ദൈവം ജനത്തെ കൈപിടിച്ചുയർത്തുന്നത് കാണുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉളവാക്കുന്ന ദൈവത്തെയും ഇല്ലായ്മയിൽ നിന്ന് കെട്ടുപണി ചെയ്ത് ഉയർത്തുന്ന നിത്യനായ പിതാവിനെയും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനായ നിത്യപിതാവിനെയും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാൻ ദൈവം തരുന്ന ഈ അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധനകളിൽ ലഭിക്കുന്ന ഒന്ന് ദൈവിക സംസർഗവും സ്നേഹിതവർഗം, സഹോദരവർഗം തമ്മിലുള്ള കൂട്ടായ്മയുമാണ്. ഇലക്ട്രോണിക് മീഡിയകളിലൂടെ, ഇത്തരം കാണുന്ന ഓഡിയോ വീഡിയോ പ്രസൻറ്റേഷനുകളിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ കഴിയാത്ത ഒന്ന് സഭയ്ക്കുള്ളിലുണ്ട്. അത് അദൃശ്യനായ ദൈവത്തിൻ്റെ മഹത്വമേറിയ സാന്നിധ്യമാണ്. കേവലം DVD-കളിൽ കാണുന്ന സന്ദേശങ്ങൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ ശക്തിയേറിയ ആരാധനകളിലേക്ക് പോയി അതിനകത്ത് സംബന്ധിക്കുവാൻ എൻ്റെ ശ്രോതാക്കളെ ഞാൻ വീണ്ടും പ്രേരിപ്പിക്കട്ടെ. അതൊരാവശ്യമാണ്. ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ അഗണ്യമായി കരുതരുത്. സഭായോഗങ്ങൾ വിലപ്പെട്ടതാണ്. പക്ഷേ ആത്മനിറവും ദൈവ നിവേശിതവുമായ ആരാധനകൾ ദുർലഭമായ ഈ കാലത്ത് ലഭ്യമായ ഇടങ്ങളിലേക്ക് ഓടിക്കയറുവാൻ, ഉപദേശത്തിൻ്റെ വിശുദ്ധിയും വേർപാടും വിട്ടുകളയാതെ വണ്ണം സൂക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബാംഗ്ലൂരിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ പാർക്കുന്നവർ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയമുള്ളവർ ബാംഗ്ലൂരിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ താമസിക്കുന്നവരോട് ഇതിനെക്കുറിച്ച് പറയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ബാംഗ്ലൂരിലുള്ള ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലേക്ക് ആരാധനകൾക്കായി വരുന്നതിൽ സന്തോഷമുണ്ട് എന്ന് കർത്താവിൽ പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കട്ടെ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.